ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ നിസ്സാരമാക്കുന്ന എന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച കുറ്റമായി തീരുന്ന ചില സ്വഭാവങ്ങളെ പറ്റിയും നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ്. ഇതൊക്കെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. മരണാനന്തര ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് സ്വർഗത്തിലെത്താൻ ഒരു മനുഷ്യനെ സഹായിക്കാനുള്ള എല്ലാ സാധ്യതകളും അള്ളാഹു നമ്മളോട് കാണിക്കും. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹു ഗഫൂറാണ്, റഹീമാണ് എന്ന് പഠിക്കുന്നു. അതിന്റെ കാരണം ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും, ഒരു മനുഷ്യനോട് റബ്ബ് കാണിക്കേണ്ട സർവ്വ കാരുണ്യവും അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ശ്രമിക്കുകയും കാണിയും. എന്നിട്ട് പോകുന്നവരാണ് നമ്മളെ. ഒരു തരത്തിലും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള നന്മകളുടെ കൂമ്പാരം നമ്മളെ കൈകളില്ലെങ്കിൽ ദുനിയാവിലെ ജീവിതം കൊണ്ട് പരാജയപ്പെട്ടു പോയ വെറും പമ്പര വിഡ്ഢികളുടെ കൂട്ടത്തിലാണ് അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും കണക്കാക്കുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് മുസ്ലിം സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയതും ഉദ്കുറു, നിങ്ങൾ ചിന്തിക്കണം, ഓർക്കണം, നിങ്ങളുടെ മരണത്തെ കുറിച്ച് ഓർക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോയ ഞാനും നിങ്ങളും. ഈ കാണുന്ന നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നതോടുകൂടി പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട ഒരു യാത്രയെപ്പോഴും കൂടി പറഞ്ഞയക്കുക എന്നുള്ളത് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ബാധ്യതയാണ്. ഏതൊക്കെ കോടീശ്വരന്മാരാണെങ്കിലും എത്രയേറെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും മരണത്തിലേക്കും എന്റെ നിങ്ങളെയും എങ്ങനെ പറഞ്ഞയക്കണം, നമുക്ക് വേണ്ടി എത്ര പ്രാർത്ഥനകൾ നടത്തണം, ഏതൊക്കെ ആളുകളുടെ മനസ്സിന്റെ പ്രാർത്ഥനയോടുകൂടി ഈ മണ്ണിൽ നിന്നും മടങ്ങണം എന്ന് ചിന്തിക്കുകയും സ്വന്തം ജീവിതമായി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. ആ ഒരു മരണത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് 4-5 വലിച്ചു നീട്ടപ്പെട്ട താറപ്പായത്തുകളിൽ വാടകയ്ക്കെടുത്ത കസേരകൾക്ക് നടുവിൽ വീട്ടിന്റെ മുറത്തോ കൊലായിലോ ഒരു കട്ടിലിൽ നമ്മളങ്ങനെ നിൽക്കുന്നവർന്ന് കിടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മയ്യത്ത് കിടത്താൻ അകത്തുള്ള 5 അടി 6 അടി കട്ടിൽ ആരും എടുക്കില്ല. പണ്ടൊക്കെയോ നമ്മളെ വലിയപ്പാരൊക്കെ കിടന്ന് ഉറങ്ങിയ നമ്മൾ ഒരുവരെയും ചികിത്സ അല്ലെങ്കിൽ അടുക്കളന്റെ ഒരു മൂലയിൽ വെച്ചാൽ ഒരാൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിനെ കൊണ്ടുവരും. കാരണം 5 അടി കട്ടിലിൽ മനുഷ്യൻ കിടത്തിയ 4 അടിയും വേസ്റ്റാ. അതുകൊണ്ട് വലിയ കട്ടിലൊന്നും ആരും എടുക്കൂല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ കൊല്ലായിലേക്ക് അങ്ങനെ ഒരു കട്ടില്ല? ആ കട്ടിലിന്റെ മേലെ കിടക്കുന്ന നമ്മൾ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പം അതിന്റെ ഭയംകാരൻ കണ്ണു മറഞ്ഞു പോകുന്ന നമ്മുടെ കണ്ണുകൾ കാണുന്ന ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി കുടുംബക്കാര് കണ്ണടകൾ തുറന്നു പോകുന്ന കാണുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഒരു ശീലകഷണം കൊണ്ട് നമ്മളുടെ താടികൾ കൊണ്ടിട്ടുണ്ട്. കവറിലേക്കും കമ്മടയിലേക്കും വെക്കാൻ പറ്റാത്തതായി പോകാതിരിക്കാൻ പോയാൽ കിട്ടില്ലേ ഭയപ്പാടോടുകൂടി മൈതറിന്റെ മണിക്കൂറുകളിൽ അതിന്റെ 2 തള്ളവരലുകൾ കുത്തിപ്പിടിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നീട് മന്ത്രങ്ങളായിട്ട്
തന്റെ വീട്ടിന്റെ മുൻഭാഗത്തേക്ക് കടന്നുവരുന്ന നൂറുകണക്കിന് നാട്ടുകാരെയും കുടുംബക്കാരും മുൻപിൽ ദുനിയാവിലെ സർവ്വവും ഉപേക്ഷിച്ച് ഒരാൾക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത മരണത്തിന് മുൻപിൽ വെറുതെ കിടക്കുന്ന നമ്മളുടെ മുഖമൊന്ന് കാണിക്കാൻ തലക്കും ഭാഗത്ത് ആളിരിക്കണം. മുഖത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു തുണി 1 കിലോ പോലും പോയി 500 ഗ്രാം പോലും തുണി ഊതിയാൻ പറക്കുന്ന തുണിയൊന്നും മാറ്റാൻ സാധിക്കാതെ ആ കട്ടിലിൽ കിടക്കുന്ന നമ്മളുടെ മുഖമൊന്ന് കാണിക്കാൻ കയറി വരുന്നവർക്ക് മുൻപിൽ ഓരോരുത്തരുടെയും വ്യക്തിഗത ഭാഗ്യം ചെയ്ത നന്മകളെ പറ്റിയും തിന്മകളെ പറ്റിയും വാചാലരാകുന്നു. അന്ന് നേരം വെളുത്തതുവരെ ഒറ്റക്ക് കുളിച്ചിരുന്ന, വാതിൽ കുറ്റിയിട്ടിട്ട് ഒറ്റക്ക് കുളിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആറുകാലുള്ള കട്ടിലിലേക്ക് എടുത്തു വെച്ച് മണക്കുള്ളിൽ കൊണ്ടുപോയി ഒരു നാമവും നഗ്നതയും നോക്കാതെ മക്കളോ കുടുംബക്കാരോ ശരീരത്തിന്റെ വലതും ഇടതും വെള്ളമൊഴിച്ച് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ രോമകൂപങ്ങളിലും വെള്ളം ചേർത്ത് തടവും, കുളിപ്പിക്കും. വീണ്ടും കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് വെള്ളപ്പടവയിൽ ഉമ്മറത്തേക്ക് വെച്ച് പള്ളിയിൽ നിന്നും എടുക്കപ്പെട്ട ആറക്കാലുള്ള കട്ടിലിന്റെ 6 ഭാഗം പിടിക്കുന്നവർക്ക് മുൻപിൽ നിശബ്ദനായി കിടന്ന് ദുനിയാവിലെ പവറോ പത്രാസോ പബ്ലിസിറ്റികളോ സ്ഥാനമാനങ്ങളോ സാമ്പത്തിക ഭദ്രതയോ വലുപ്പമോ ബാങ്ക് ബാലൻസിന്റെ വലുപ്പമോ ഉപകാരപ്പെടാത്ത അവസാനത്തെ യാത്രയിൽ മിമ്പറിന്റെ താഴെ 1ാമത്തെ പടിയിൽ കുടുംബക്കാരും മക്കളും നമ്മളെ കൊണ്ടുവെക്കും. അതിനുശേഷം നമസ്കാരം കഴിഞ്ഞ് 6 അടി മണ്ണിന്റെ അരികിലേക്ക് അവർ പോരും. 6 അടി മണ്ണിലേക്ക് വെക്കും, സ്ലേബിടും. ഒരു തരി മണ്ണ് പോലും നിങ്ങളെ നേരേക്ക് വെക്കൂല. ഒരു തരി മണ്ണ് പോലും നിങ്ങളെ മേല് വീഴാൻ നാട്ടുകാർ സമ്മതിക്കൂല. കിട്ടാവുന്നത്ര ഇലകളെ കൊണ്ട് ദ്വാരങ്ങൾ അടച്ച് കബറ് കളച്ചവൻ അകത്തേക്ക് മുകളിലേക്ക് കയറി നിൽക്കുമ്പോ ആളുകൾ പറയും, മണ്ണിടാനുള്ള ഒരു മണ്ണിട്ടോളിട്ടോ. വാരി ഇടാറില്ല 3 പിടി മണ്ണ്. 4 ഭാഗം കൂടി നിൽക്കുന്ന ആളുകൾ, ഇനി മണ്ണിൽ നിന്നും നിനക്ക് മടക്കമില്ല മനുഷ്യ, മണ്ണിലേക്ക് തന്നെയായിരുന്നു നിന്റെ മടക്കം എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുമാറ് ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യനെ പടച്ചറപ്പ് തിരിച്ചു വിളിച്ചാൽ നിസ്സഹായതയോടെ കാത്തരി മണ്ണോ കാത്തരിപ്പണ്ണോ കൊണ്ടുപോകാൻ പറ്റാതെ മണ്ണോട് ചേർക്കപ്പെട്ട് കിടക്കുന്ന നിന്റെ ശരീരത്തിലേക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ കബറിന്റെ മുകളിലേക്ക് കുടുംബക്കാരും നാട്ടുകാരും 3 പിടി മണ്ണ് വാരിയിടും. ആ സമയത്ത് തന്നെ കബറിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് ആളുകൾ തുടങ്ങും ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് അല്ലേ? ആ യാത്രയപ്പ നമ്മളെ തസ്ബീഹ്. ഓരോരുത്തരും മാറി മാറിയിരിക്കുന്ന രൂപത്തിൽ നാവുകൾ ദിക്റുകളായി പടച്ചറപ്പിന്റെ വാനലോകത്തേക്ക് ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ കയറിപ്പോകുമ്പോ ആ കയറിപ്പോകുന്ന മലക്കുകൾക്ക് മുൻപിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ആത്മാവിന് വേണ്ടി നാട്ടിലുള്ള കുടുംബക്കാരും ബന്ധുക്കളും യാത്രയപ്പിന്റെ രീതിയിൽ അവസാനമായി ഒരു യാത്രയത്തിന്റെ വാക്കുച്ചരിക്കും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാബിൽ ഖബ്റ അൻ ജൻബി, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്ൽ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ കബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ തോപ്പിച്ച് മടം പൊപ്പിച്ച് പള്ളിയിൽ നമസ്കരിച്ചിരുന്ന എന്റെ സുഹൃത്ത കൂട്ടുകാരനാ, പണം കൊണ്ടും തറവാട് കൊണ്ടും ആർക്കു മുൻപിലും ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ നിന്നവനാ. പക്ഷേ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ഈ കബറിൽ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യപ്പെട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ കബറാളിക്ക് നീ കൊടുക്കണം. ആ ഒരു വാക്കിൽ അള്ളാഹ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഞാൻ നിങ്ങളൊരാളോട് എന്താണോ എന്ന് ചോദിച്ചാൽ എന്താക്കണോ എന്ന് ചോദിക്കാൻ നിങ്ങളെ പവറും പത്രാത്തും അധികാരവും പണവും നിങ്ങൾക്ക് കഴിവ് നൽകുന്നു. പക്ഷെ പടച്ച റബ്ബിന്റെ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ചാലേ ഒരക്ഷരം ഉണ്ടായി അള്ളാന്റെ ചോദ്യത്തിന് മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കാൻ പടച്ച റബ്ബിന്റെ കാവലുണ്ടാവണം. സബ്ബിതുഹു ഇൻദ സുആൽ, നാദാ നിന്റെ ചോദ്യത്തിന് ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നാദാ നിന്റെ ചോദ്യത്തിന് സന്തോഷത്തോടെ നിനക്ക് തൃപ്തിയാകുന്ന രീതിയിൽ മറുപടി പറയാൻ ഈ കബർ കിടക്കുന്ന നിന്റെ വാപ്പാക്കിന്റെ ഉമ്മാക്ക്, നിന്റെ നാട്ടുകാരൻ, നിന്റെ കുടുംബക്കാരന് നീ കഴിവ് കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജൻബി, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുമ്പോഴും ആ കബറിന്റെ ഭയാനകത ഖിയാമത്ത് നാൾ വരെ
നിങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ട ഖബറിന്റെ ഭയാനകത അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും പടച്ചറ പിടുക്കിക്കളയുമ്പോ ഖബറിൽ കിടക്കുന്ന ഖബറാളി വാരിയല്ലുകൾ പുറത്തു പോകുമാറ് ഖബറിന്റെ വേദനയിൽ കിടന്നു പെടയും. മനുഷ്യരെ ആ പെടച്ചിലും കരച്ചിലും ഖബറിന്റെ മുകളിലുള്ള ഒരു മനുഷ്യനെങ്ങാനും കേട്ടിരുന്നെങ്കിൽ അവൻ ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് നാദാ ജാബിൽ ഖബറ അഞ്ചമ്പേ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിനെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫദ്. അല്ലാഹുവേ, സർവ്വ പാപങ്ങളും പൊറുത്ത് എല്ലാ പാപത്തിന്റെയും ഭാണ്ഡക്കെട്ടുകൾ പുറത്തു കൊടുത്ത് സ്വർഗത്തിന്റെ ഒരു കവാടം തുറന്നു കൊടുക്കുന്ന സന്തോഷത്തിന്റെ ഒരു സൗഭാഗ്യത്തിലേക്ക് ഈ മനുഷ്യനെ സ്വീകരിക്കണട്ടോ റബ്ബേ എന്നൊരു 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോരും. ആൾക്കാർക്ക് തിരക്കെന്തിനാണെന്നറിയോ? മണ്ണ് കാരിട്ടപ്പോ കൈമ കുറച്ച് മണ്ണായിട്ടുണ്ട്, അതൊന്ന് കഴുകണം. ആ ബേജാറിൽ നിന്നിട്ട് ചൊല്ലാൻ പോലും മടിച്ചിറങ്ങി പോകുന്നവരുണ്ട്. ആ യാത്രയപ്പ് കഴിഞ്ഞ പിന്നെ ദുനിയാവിൽ നിന്ന് പടച്ച റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള 6 അടി മണ്ണിൽ അള്ളാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള എന്തൊക്കെ നിങ്ങൾ ഈ കൈവരുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. പടച്ച റബ്ബ് ഇരിക്കും നോക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. റബ്ബേ, എനിക്കിപ്പോ 38 കഴിഞ്ഞ് 39ാമത്തെ വയസ്സാണ്. എന്റെ മൂത്ത 12 വയസ്സായിട്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അസുഖം ബാധിച്ചു, അഥവാ ഈ കൊറോണ ബാധിച്ചു. 2 മാസങ്ങൾക്ക് മുൻപ് കിടന്നപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ, പല നാട്ടിലും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. ഇന്നെങ്ങാനും ഈ മരിപ്പിച്ച എന്റെ 4 മക്കൾ എത്തി മക്കളായിട്ടുള്ളത്. ഇപ്പോഴും ഞാനും പ്രാർത്ഥിക്കുന്ന അതല്ലേ, പടച്ചോനെ എന്റെ മക്കളെ ഇനി എത്തി മക്കളാക്കരുത് കേട്ടോ. ആ മക്കളൊക്കെ ഒരു നിലക്കെത്തിയിട്ട് ഇങ്ങനെ മരിപ്പിക്കാവൂ കേട്ടോ. എന്റെ മക്കൾ ആരാന്റെ വീട്ടിൽ കൂടെ ഓരോ എടുക്കുന്നോട്ടൊന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇനി വരുത്തരുത് കേട്ടോ റബ്ബേ എന്ന മനസ്സിന്റെ വേദാറ് കൊണ്ടാ നേരം വെളുക്കുമ്പോ ഓരോ ആണുങ്ങളും പുറത്തിറങ്ങുന്നത്. പാതയോര വക്കുകളിൽ നട്ടുച്ച വെയിലത്തൊരാണ് 70 ഉറുപ്പിന്റെ ബിരിയാണിന്റെ പെട്ടി കാണിച്ചിട്ട് വിലപേശത്ത് എന്തിനാണെന്നറിയോ? മക്കളെ വിചാരിച്ചിട്ടാ, കുടുംബത്തെ വിചാരിച്ചിട്ടാ. അപ്പൊ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബേ, ഇനി ആരോഗ്യം മരിപ്പിച്ച എന്റെ മക്കൾക്ക് ഒരു കൈ പിടിക്കാനോ എന്റെ മക്കൾക്കൊന്ന് തിന്നാൻ കൊടുക്കാനോ ആരാ റബ്ബേ ഉണ്ടാകുക എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്റെ വാപ്പാന്റെ ഒരു ഭാഗ്യം. എന്റെ വാപ്പാക്ക് 4 മക്കളാ, 4 ആളും പെണ്ണും കെട്ടി പേരക്കുട്ടികളുമായി ഏകദേശം എല്ലുമായി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ വാപ്പാന്റെ ഒരു ഭാഗ്യം. ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളെയൊക്കെ ഒരു ഭാഗ്യം മനുഷ്യരെ. അവനാന്റെ മക്കളെ കൈപിടിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ? പേരക്കുട്ടികളെ കാണാൻ പറ്റിയില്ലേ? എന്തു കുറവാ പടച്ചോ നമ്മക്ക് ഓരോരുത്തർക്കും ദുനിയാവത്താൻ കഴിയും. 4 മക്കളെയും 3 മക്കളെയും കെട്ടിച്ചു വിട്ടില്ലേ? ആ മക്കൾക്ക് ആരാന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് തിന്നാൻ കൊടുക്കേണ്ടി ഗതി പടച്ചോ എത്തിയിട്ടില്ലല്ലോ. ആ ഗതിയൊന്നും വരുത്താതെ അള്ളങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് ഇത്രയും പ്രായത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിന്റെ ഇടയ്ക്ക് ഇന്ത്യന്ന് പറയാൻ, സ്വപ്നം കാണാൻ എന്താ പടച്ചോ നമ്മൾക്ക് ജീവിതത്തിൽ തന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലർ പറയും, അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്കൊക്കെ തന്നു. എന്തേ റബ്ബ് തന്നത്? 2 ആൺമക്കളെ 2 പെൺമക്കളെ. ഓരൊക്കെ നല്ല നിലക്ക് കെട്ടിച്ചു വിട്ടു. 2 പെൺകുട്ടികളെ, ഒന്നിനെ ഞാൻ കൈവറമ്പുക്കും കെട്ടിച്ചു, ഒന്നിനെ മുറ്റത്തേക്കും കെട്ടിച്ചു. പിയാപ്പാര് 2 ആളും ഉഷാറ് പിയാപ്പാര്. മൂത്തോക്ക് ഒരു പൊരണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളയോന്റെ ചെറിയ മോളാണ്. അവിടെ അൽഫിത്തറയിൽ 14 സൂറത്ത് കാണാതെ കണ്ടിട്ടിരുന്നത്. ഒരു വാപ്പാന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കേട്ടാ പോലെ സന്തോഷായില്ലേ? ഇതേ ഉള്ളൂ ചിലർക്ക് പറയാൻ, നബിയെ, അവർക്ക് ചിലർക്ക് പറയാൻ ദുനിയാവിൽ മക്കളെ വലുപ്പവും പൈസന്റെ വലുപ്പേ ഉള്ളൂ. 6 അടി മണ്ണിലേക്ക് പോകുമ്പോ അള്ളാന്റെ അടുത്ത് കാണിക്കാൻ എന്തുണ്ട് എന്നതിനെ പറ്റി അവര് ബോധവാന്മാരല്ല. ഓരോ കടുക് മണിയുടെ വ്യത്യാസത്തിൽ നന്മകളും തിന്മകളും കീറി അള്ളാന്റെ മഹിഷറയിൽ വെച്ച് വിചാരണ നടത്തപ്പെടുമ്പോൾ മറ്റുള്ളവരെക്കാൾ എന്റെ തുലാസിൽ കനം തൂങ്ങി അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസാന പരിശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ അറിയാണ്ട് ഇങ്ങനെ വിതുമ്പിക്കരയില്ല. സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, എന്തിനാണ് ഈ കരച്ചിൽ? അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഈ ദുനിയാവിന്റെ മായ വലയത്തിൽപ്പെടും. അങ്ങനെ ഒരു കാലം ഈ ലോകത്ത് വരാനുണ്ട്. അന്നവർക്ക് അള്ളാന്റെ ദീനിനോട് വെറുപ്പ് തോന്നും. അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച പലതിനോടും അവർക്ക് പുച്ഛം തോന്നും. കാലത്തിനനുസരിച്ച് അവർ കാലത്തെ കുറ്റം പറഞ്ഞ് എല്ലാ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളും അവർ ചെയ്യും. അത് ചെയ്യാൻ പാടില്ലെന്ന് ആരെങ്കിലും ഗുണദോഷിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും, ഈ കാലം അങ്ങനെയായി പോയി,
ഈ കാലം നിർത്തതായിപ്പോയി. ആരാത് ചെയ്യാത്ത, ആരാമന വാങ്ങാത്ത എന്നവർ ചോദിക്കുന്ന ഒരു കാലം വരും. അന്ന് റബ്ബിന്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് ഉപകാരപ്പെടാവുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും അവർ മറക്കാൻ തുടങ്ങും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഏതാണ് ആ നിസ്സാരമായ കാര്യം? അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, രണ്ട് വാക്കുകൾ. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ തുലാസിൽ കനം തോന്നുന്ന രണ്ട് വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഓരോ അടിമകളുടെയും അമലുകൾ പടച്ച റബ്ബ് മഹ്ശറയിൽ തൂക്കി നോക്കുമ്പോ 1000 തിന്മകൾ അവന്റെ തുലാസിൽ കനം തോന്നുമ്പോ ഒന്നോ രണ്ടോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നവന്റെ ദിക്ർ എടുത്ത് അല്ലാഹു തആല മറുതുലാസിൽ വെക്കുമ്പോ ആയിരക്കണക്കിന് പാപങ്ങളെ നിഷ്പ്രഭമാക്കി ആ നന്മയാക്കപ്പെട്ട ദിക്റുകൾ അവന്റെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നു. ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ളത് ഇന്ന് നേരം വെളുത്തപ്പോ ഒരു 10 തവണ ചെയ്യൂല എത്ര ആളുകൾക്ക് അതിന് നേരം കിട്ടിയിട്ടുണ്ടാവും? കുറ്റപ്പെടുത്താതെ ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ നിസ്സാരമായ പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ദുനിയാവിൽ അള്ളാന്റെ അടുത്ത് പറയാൻ കുറച്ച് നിസ്കാരത്തിന്റെയും പട്ടിണി കിടന്ന നോമ്പിന്റെയും പിന്നെ ആർക്കോ വേണ്ടിയിട്ട് ചെന്ന് ചെയ്ത ഹജ്ജിന്റെയും ഉംറന്റെയും ഒക്കെ കഥയുള്ളൂ. അതിന്റെ പ്രതിഫലങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാ ചിലരുടെ ജീവിതവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷ്മത കാണിച്ചാൽ അള്ളാന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് തലയുയർത്തി നടക്കാം. സഹാബത്തിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ലോകത്തിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതിലൊന്നാമത്തത് ഏതെന്നറിയോ? ഇത്തഖിൽ മഹാരിം ഫതകുൻ അബദന്നാസ്. ഇത്തഖിൽ മഹാരിം, നിങ്ങൾ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫതകുൻ, എങ്കിൽ അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല അടിമ നീയാണെന്ന് റബ്ബ് ബോധ്യപ്പെടുത്തി. അല്ലാഹ് നമ്മൾ ഏറ്റവും നല്ലൊരു അടിമ ആണെന്ന് ബോധ്യപ്പെടാനുള്ള കാരണം എന്താ? അത് ഈ നെറ്റിന്റെ മേലുള്ള കറുത്ത തഴമ്പല്ല, ഉടുക്കുന്ന പർദ്ദയുമൊക്കെയല്ല, ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന 10ഓ 100ഓ അല്ല, ഇരുന്നും കിടന്നും മുക്കിയും മൂടിയും ഓതിത്തീർക്കുന്ന ഖുർആനല്ല, ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രബോധനത്തിന്റെ ഭംഗിയല്ല. മറിച്ച് അല്ലാഹുവിന്റെ അടുത്ത് അവനൊരു നല്ല അടിമയായിരുന്നു എന്ന് റബ്ബ് ബോധ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഇത്തഖിൽ മഹാരിം, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹറാമായ ഒരു കാര്യം, ആ ഹറാമുമായി പിന്നെ ഒരു നിലക്കും ആ വിശ്വാസിക്ക് ബന്ധമുണ്ടാവില്ല. ആ ഹറാം ഒരിക്കലും അവൻ ചെയ്യാൻ മെനക്കെടൂല. ഹറാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പട്ടിണി കടന്നിട്ടാണെങ്കിലും ആ ഹറാമിന് രക്ഷപ്പെടാനുള്ള ശ്രമം അവൻ നടത്തും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലോ ഹറാമും ചെയ്യും ഹലാലും ചെയ്യും. ഉദാഹരണമായി നല്ല നിസ്കാരവും മുമ്പും ഉണ്ടാവും, പലിശ ഇടപാട്, പണയം വെക്കല്, ലോൺ എടുക്കല്, ഇതൊക്കെ മറുഭാഗത്തുണ്ടാവും. നല്ല നിസ്കാരവും നോമ്പും ഖുർആനൊക്കെ ഒക്കെ ഉണ്ടാവും, മറുഭാഗത്ത് കുടുംബക്കാരിയായിട്ടുള്ള കണക്ക്, തമ്മക്കെറ്റല്, ഇതൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി വിശ്വാസികൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വാസിയാണോ അവൻ അള്ളാഹ് പഠിപ്പിച്ച ഏതൊരു ഹറാമായ കാര്യമാണെങ്കിലും ഒന്നാമത്തെ കാരണം നമ്മൾ എടുക്കുക കുടുംബ ബന്ധം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ അള്ളാഹ് വിചാരണക്ക് പിടിക്കുമ്പോ ലോകത്തുള്ള സർവമാന മനുഷ്യരും അള്ളാന്റെ മഹ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടും. ആ മഹ്ശറയിൽ അള്ളാഹ് ആദ്യം കൊണ്ടുവരുന്നത് നരകമായിരിക്കും. 70,000 മലക്കുകൾ 70,000 ഭാഗങ്ങളിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുന്ന നരകത്തിന്റെ തീജ്വാലകളുടെ വെപ്രാളവും ശബ്ദവും മഹിഷറ ലോകത്ത് വല്ലാതെ പ്രകമ്പനം സൃഷ്ടിക്കും. ആളിക്കത്തുന്ന അഗ്നിയുടെ തീജ്വാലകൾ മാനമുട്ട വെപ്രാളപ്പെട്ട് വെകുളി പിടിച്ച് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ പിന്നീട് റബ്ബിന്റെ മലക്കുകൾ അണിയണിയായി നിൽക്കും. നരകത്തിന്റെ അപ്പുറത്ത് പടച്ച റബ്ബ് സ്വർഗം ഹാജരാക്കും. എന്നിട്ട് അല്ലാഹു തആല മനുഷ്യരായ ആളുകളെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യനെ വരെ ആ മഹ്ശറ ലോകത്ത് നിർത്തി ആദ്യം അള്ളാഹുവിന്റെ റസൂലിനോട്, മുഹമ്മദ് റസൂലുള്ളാഹിനോട് റബ്ബ് പറയും, ഉദ്ഖുൽ, നീ കയറിക്കൊള്ളുക. സഹാബത്ത് ചോദിച്ചു, റസൂലേ, എവിടേക്ക് കയറാൻ? ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു കൊടുത്തു, നരകം ഹാജരാക്കപ്പെടുകയും നരകത്തിന്റെ അപ്പുറത്താണ് സ്വർഗമെന്ന് കാണുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല ഒരു പാലം കൊണ്ടുവരും.
ആ പാലം നരകത്തിന്റെ മേലെടുക്കും. ഇസ്മുഹു അസ്സിറാത്ത്, ആ പാലത്തിന്റെ പേര് സിറാത്ത് പാലം എന്നായിരിക്കും. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആ പാലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു, ഒരു വാളിന്റെ തല പോലെ നേരിയതും മൂർച്ചയുള്ളതുമായിരിക്കും ആ പാലം. ആ പാലത്തിൽ വഴുക്കലുണ്ടാകും. ഒരു രോമം വീണാൽ പോലും ആ പാലത്തിൽ നിന്നും വഴുകിപ്പോകും. ആ പാലത്തിന്റെ മുകളിൽ ഇരുമ്പ് തോട്ടികൾ ഉണ്ടാകും. വളഞ്ഞും പൊളഞ്ഞും പാറിപ്പറക്കുന്ന ഇരുമ്പ് തോട്ടികൾ ആ പാലത്തിന്റെ മുകളിലൂടെ പാറിപ്പറന്നുകൊണ്ടിരിക്കും. ആ പാലത്തിൽ ഇരുമ്പിന്റെ മുള്ളുകളുണ്ട്. ഒരടിമയുടെ കാലെങ്ങാനും ആ മുള്ളിൽ പതിഞ്ഞാൽ അവന്റെ തലയോട്ടി വരെ ആ മുള്ളു തുളച്ചു കയറും. ആ പാലത്തിന്മേലേക്ക് നോക്കി അള്ളാന്റെ കൽപ്പന വരും, പ്രവാചകരെ പ്രവേശിച്ചു കൊള്ളുക. ആ പാലം കടക്കാത്ത ഒരാൾക്കും അള്ളാന്റെ സ്വർഗത്തിലെത്താൻ പറ്റൂല. ആ പാലം കടക്കാത്ത ഒരാൾക്കും അള്ളാന്റെ സ്വർഗത്തിലെത്താൻ പറ്റൂല. ആദ്യമായി അള്ളാന്റെ പ്രവാചകൻ ആ പാലം കടക്കും. എത്ര വേഗതയിൽ? ഒരാൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ. സഹാബത്ത് കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും മഹാനായ പ്രവാചകൻ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. സ്വർഗത്തിന്റെ ഒന്നാമത്തെ പടിക്കെട്ടിൽ അവിടെ ഇരിക്കും അള്ളാന്റെ റസൂല്. സ്വർഗത്തിന് 100 പടിക്കെട്ടുകളുണ്ട്. ഒന്നാമത്തെ പടിക്കെട്ടിൽ അള്ളാന്റെ റസൂൽ ഇരിക്കും. എന്തിനാണെന്നറിയോ? പിന്നാലെ വരുന്ന ആളുകൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ശുപാർശ പറയാൻ. പിന്നാലെ ശുഹദാക്കൾ, അമ്പിയാക്കൾ പോകും. പിന്നെ ശുഹദാക്കൾ പോകും, സ്വാലിഹീങ്ങൾ പോകും. ശേഷം നമ്മളോട് റബ്ബ് പറയും, ഉദ്ഖുലൂഹും, നിങ്ങളും പ്രവേശിച്ചു കൊള്ളുക. നമ്മളിൽ ചില ആളുകൾ ആ പാലത്തിലേക്ക് കാലെടുത്തു വെക്കും. പക്ഷേ വല്ലാത്തൊരു ഇരുട്ട് വ്യാപിക്കും. ഒരടി നടക്കാൻ പറ്റാതെ പാലത്തിൽ നിന്ന് നമ്മൾ വെപ്രാളപ്പെടും. ബേജാറും സങ്കടങ്ങളും കാരണം നമ്മൾ പൊട്ടിക്കരയും. ഒരടി നടക്കാൻ പറ്റാതെ നമ്മളിൽ ചിലർ പകുതി നരകത്തിലേക്ക് വഴുതി വീഴും. അവന്റെ അരഭാഗം വരെ തീ ആളിപ്പടരും. അരവരെ ആളിപ്പടരുന്ന തീയുമായി അവൻ വീണ്ടും തന്റെ നെഞ്ചുപയോഗിച്ച് ആ പാലത്തിലൂടെ എഴഞ്ഞു നീങ്ങാൻ നോക്കും. എന്നിട്ടും ഒരടി നീങ്ങാൻ പറ്റാതെ, വെളിച്ചം കിട്ടാതെ ആ പാലത്തിൽ നിന്ന് അവൻ ആ നരകത്തിന്റെ അടിക്കെട്ടിലേക്ക് പതിക്കുമ്പോ മറുഭാഗത്ത് പടിക്കെട്ടിലിരിക്കുന്ന അള്ളാന്റെ പ്രവാചകൻ കണ്ണുനീരോട് റബ്ബിനോട് പറയും, യാ റബ്ബി ഖൗമി സല്ലിം, യാ റബ്ബി ഖൗമി സല്ലിം. എന്റെ രക്ഷിതാവേ, അവരെന്റെ ആളുകളാ, അവർ മുഅ്മിനീങ്ങളാ, അവര് നമസ്കരിച്ചവരാ, അവര് നോമ്പ് നോറ്റവരാ, അവരല്ലാന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തിയവരാ, അവരല്ലാന്റെ മാർഗത്തിൽ പട്ടിണി കിടന്നവരാ. അതുകൊണ്ട് റബ്ബേ, അവർക്ക് നീ ബേജാറ് കൊടുക്കരുത്. സല്ലിം, അവർക്ക് നീ സമാധാനം കൊടുക്കണം. ഏഴാൻ ആകാശത്തുള്ള റബ്ബ് ആ സദസ്സിൽ വെച്ച് അശരീരിയായ പ്രവാചകനോട് പഠിപ്പിക്കും, അള്ളാഹുവിന്റെ തിരുദൂതരെ, അവർ കുറ്റവാളികളാണ്, അവര് കുറ്റവാളികളാ റസൂലേ. അത്ഭുതത്തോടെ അള്ളാന്റെ റസൂല് ചോദിക്കും, എന്ത് കുറ്റമാണ് റബ്ബെ അവര് ചെയ്തത്? അതേ ചോദ്യം സഹാബത്തും ചോദിച്ചു, എന്ത് കുറ്റമാ അവര് ചെയ്തത്? അള്ളാഹുവിന്റെ തിരുദൂതന് മറുപടി കിട്ടി, ഇന്നഹു ഖാത്തിഉർ റഹിമ, അവർ കുടുംബം മുറിച്ചവരാണ്, അവർ തമ്മിൽ തെറ്റി നടന്നവരാണ്, മുഖത്തോട് മുഖം നോക്കാത്തവരും അലോഗ്യപ്പെട്ട് നടന്നവരുമാണ്. ഒരേ ബാപ്പാന്റെ മക്കളായിട്ടും ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞിട്ടും അലോഗ്യവും പണക്കും മരണം വരെ കൊണ്ടു നടന്നവരാ. ലാ യുദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമ, ബന്ധം മുറിച്ച ആളുകൾക്ക് എന്റെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശനമില്ല പ്രവാചകരെ എന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയപ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് ഓരോ ജുമാക്ക് മുൻപും ആദ്യമായി തിരുദൂതൻ ഓടിക്കൊടുക്കുന്ന ആയത്ത് ഇന്നും നമ്മൾ ഓതുന്ന ആയത്ത് തന്നെ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. മനുഷ്യരെ, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആഖിറത്തിന്റെ വിഷയത്തിലും വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലും തക്കതായൊരു മറുപടി അള്ളാഹുവോട് പറയാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. അള്ളാന്റെ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കില്ല. അത്ര ഗൗരവത്തിലാണ് ഇസ്ലാം കുടുംബ ബന്ധത്തെ പറ്റി പറഞ്ഞത്. മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ഒരു കാട്ടറബി വന്നു. ആ അറബി സഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജമാഅത്ത് കഴിഞ്ഞിരിക്കുമ്പോഴാ കയറി വരുന്നത്. വന്ന ഉടനെ അകത്ത് കയറിയിട്ട് ഒറ്റ മൂത്രമൊഴിക്കലാണ് നടുംപള്ളിയിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ സഹാബത്തിന് വെറുപ്പും ദേഷ്യവും ഒരുമിച്ച് വന്നു. വാളൂരി ഉമർ ഇബ്നു ഖത്താബ് ആ ശത്രുവിന്റെ നേരെ ഓടി. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, നിങ്ങളൊരു സമ്മതം തന്നാൽ അവന്റെ പെരടി ഞാൻ വിട്ടു. അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, ലായ ഉമർ, വേണ്ട ഉമറേ, വേണ്ട ഉമർ, ചെയ്യാൻ പാടില്ല. ആ മനുഷ്യനെ കൊണ്ട് മുഴുവനും മൂത്രമൊഴിച്ചതിന് ശേഷം ആ അടിമയെ അല്ലെങ്കിൽ ആ ഒരു ശത്രുവായ മനുഷ്യനെ ഒരക്ഷരം ശബ്ദിക്കാതെ പ്രവാചകൻ പള്ളിന്റെ പുറത്തേക്ക് എത്തിച്ചിട്ട് പറഞ്ഞു, നീ സ്വതന്ത്രനാ, പോയിപ്പോ.
അകത്ത് കയറിയ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, ഓ മൂത്രയിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് തട്ടിയിടണം, അതിന്റെ മേലെ കുറച്ച് വെള്ളം ഒഴിക്കണം, അത്രയേ ഉള്ളൂ. പള്ളി നിറങ്ങിപ്പോകാൻ അള്ളാന്റെ റസൂല് ആ കാട്ടറബിനോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ മദീനത്തെ പള്ളിയിൽ നിന്ന് അള്ളാന്റെ റസൂൽ എണീറ്റ് പോകാൻ പറഞ്ഞവർ ആരാന്നറിയോ? ഒരിക്കൽ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രവാചകനും സഹാബത്തും ഇരിക്കുമ്പോ അള്ളാന്റെ റസൂല് മിഹ്റാബിന്റെ തായിരിക്കുന്ന അതേ സമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സഹാബത്തിന് അറിയാം എന്തെങ്കിലും ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിൽക്കും. അള്ളാന്റെ റസൂല് പറയാൻ തുടങ്ങിയാൽ കരഞ്ഞു പോകും ഉറപ്പുള്ള കാര്യങ്ങളെ ഇബ്നു മസ്ഊദ് കൂടുതലും പറയൂ. അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ റസൂൽ ഇബ്നു മസ്ഊദിനെ ഏൽപ്പിച്ചതും സഹാബത്തിന് അറിയാം. സഹാബാക്കൾ എല്ലാവരും ചെവികൂർപ്പിച്ചത് എന്തെന്നറിയാൻ കാത്തിരിക്കുമ്പോ മദീനത്തെ പള്ളിയിലെ ആയിരക്കണക്കിന് സഹാബത്തിനെ നോക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ഇബ്നു മസ്ഊദ് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, തമ്മിൽ തെറ്റിയവരും അയോഗ്യത്തിൽ നടക്കുന്നവരും മുഖത്തോട് മുഖം നോക്കാത്തവരും തമ്മിൽ പഴങ്ങിയവരും സലാം പറഞ്ഞാൽ നടക്കാത്തവരും കണ്ട സലാം പറയാൻ മടിക്കുന്നവരും മരണം വരെ ആ പണക്കും വാശിയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ ഈ പള്ളി എഴുന്നേറ്റ് പോകണം, അവരിവിടെ ഇരിക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, റസൂലേ, അള്ളാന്റെ പള്ളി ഇറങ്ങിപ്പോകാനോ? വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേട്ടില്ലേ സഹാബത്തെ, കുടുംബം മുറിച്ചോൽ ഈ കൂട്ടത്തിലുണ്ട്, എണീറ്റ് പോകണം. 3 തവണ മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് അത് വിളിച്ചു പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ പ്രവാചക, എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു ദേഷ്യം? അള്ളാന്റെ റസൂലുള്ള കണ്ണുനീരോടെ പറഞ്ഞു, കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ, മുറിച്ച ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ ബർക്കത്തറിഞ്ഞില്ല, പടച്ചോന്റെ റഹ്മത്തറിഞ്ഞില്ല. നിങ്ങൾ ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശത്തിൽ വീട്ടിൽ നിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പടി ചവിട്ടുന്നത് വരെ പടച്ചോന്റെ ബർക്കത്തുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഇത് കേട്ടോലെ കേട്ടിലോലെ, ഇത് കേട്ടതിനനുസരിച്ച് ജീവിച്ചോ ഇല്ലേ? പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അള്ളാന്റെ ദീനൊന്ന് കേൾക്കണം എന്നുള്ള മനസ്സുമായിട്ട് വന്ന ആളുകൾക്ക് ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവ്വവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, ഭൂമിക്കടിയിൽ താമസിക്കുന്ന മണ്ണിലകൾ, ആഴക്കടലിൽ ജനിച്ചു വീഴുന്ന മത്സ്യങ്ങൾ, ഈ ഒരു ബൾബിന്റെ ചുറ്റും പാറി നടക്കുന്ന പ്രാണികൾ, മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അവരൊക്കെ അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും. റബ്ബേ, അവരല്ലാന്റെ സ്വർഗത്തിന് വേണ്ടി വന്നവരാ, അവർ മാറാൻ വന്നവരാ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കണം എന്ന് നെയ്യത്തുമായി വന്നവരാ. ഇത് കേൾക്കുമ്പോൾ മലക്കുകൾ ആമീൻ ചൊല്ലും. എന്നാൽ ഈ കൂട്ടത്തിൽ ഒരുത്തനുണ്ടെങ്കിൽ, ഒരു പെണ്ണ് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് മലക്കുകളോട് പറയും, ആ സദസ്സിന് കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്തും റഹ്മത്തും പാപമോചനവും ഇല്ല, ഞാൻ കൊടുക്കില്ല. അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആര് കാരണമാ അള്ളാഹ് തടയുന്നത്? അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, കുടുംബബന്ധം മുറിച്ച ആളുകൾ, തമ്മിൽ തെറ്റി നടക്കുന്ന ആളുകൾ, ദുനിയാവിന്റെ പേരിൽ, പൈസന്റെയും പണത്തിന്റെയും മുതലിന്റെയും പേരിൽ, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ പിണങ്ങി നടക്കുന്ന ആളുകൾ, അവരിയ്ക്കുന്ന സദസ്സിൽ പടച്ചോന്റെ ബർക്കത്തറിഞ്ഞില്ല. ഞാൻ ഈ കുനിയിൽ പ്രദേശത്തിന്റെ വാപ്പാന്റെ പ്രായമുള്ള മുഴുവൻ ആളുകളോടും പറയാം, ഈ കഴിഞ്ഞ ദിവസം ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകാൻ ആർക്കും അവകാശമില്ല, 4 ആള് പോയാൽ മതി എന്ന് പറഞ്ഞ് ബേക്കോട്ടിരിക്കുമ്പോൾ അവിടെയുള്ള ചർച്ച എന്താണെന്നറിയോ? നല്ല മനുഷ്യനായിരുന്നു. മറ്റേ ആൾ പറഞ്ഞു, അതെ, സുബഹിക്ക് പള്ളിയിൽ വരും, മോട്ടറിടും, നാട്ടുകാർ എന്ത് ചോദിച്ചാലും കൊടുക്കും, കാലം മുതൽക്ക് ഞാൻ മുപ്പര മുജാഹിദായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം, ആളുള്ളൊക്കെ ഒരു മോശം സ്വഭാവം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ബേജാറെന്ന് പറയാനുള്ളത്, കാർന്നൂരേക്ക് ഒരു 9 കൊല്ലത്തോളായിട്ട് അരോഗ്യ നന്നാവണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു ചെന്നപ്പോ മൂപ്പര് പറഞ്ഞത്, അതങ്ങനെ കേട്ടെ, ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞോളി, അതേതായാലും അങ്ങനെ കേട്ടെ എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ ഒരു അവസാനത്തെ നിമിഷത്തെ വർത്താൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പലരും മടങ്ങാറുള്ളത്. അതൊരാളുടെ മാത്രം കഥയല്ല. ഒന്ന് കയറിച്ചല്ല, ഒന്ന് സലാം പറയാൻ, ഒന്ന് കൈ പിടിക്കാൻ, നമ്മളോട് എന്ത് ദ്രോഹം ചെയ്തവനാണെങ്കിലും നന്നാവാനുള്ള ഒരുപാട് അവസരം റബ്ബ് ഉണ്ടാക്കും. അതിന്റെ ഇടയ്ക്ക് പല പെരുന്നാളുകളും വന്നു. എന്തിനാ ഈ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കുപ്പായിട്ട് ക്ലൂസാക്കി നടക്കാനൊന്നുമല്ല. തെറ്റിയോന്റെ പുരയിലേക്ക് കയറി ചെന്ന് സലാം പറയാനുള്ള അവകാശം അന്ന് വന്നവനോട് ഒരാളും ചോദിക്കൂല, എന്ത് ഇന്ന് പോകുന്നത്? നന്നാവാനുള്ള അവസരം 100 പടക്കം ഉണ്ടാക്കി തന്നാലും നന്നാവാത്തവരുണ്ട്. അങ്ങനെ കേട്ടെ, ഞാൻ ഓന്റെ ചെലവിലൊന്നുമല്ലോ. എനിക്ക് 2 മക്കളുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചിട്ടുണ്ട്, 2 ആൺകുട്ടികൾ ഗൾഫിലുണ്ട്. ഒരേ ഞാൻ ഉണ്ടാക്കിയില്ലേ?
അതുകൊണ്ട് അങ്ങനെ കേട്ടെ, അതങ്ങനെ ഒന്നോണ്ട് മതി, ബാക്കിയുള്ളോണ്ട് സ്വർഗത്തിൽ പോയെങ്കിലും മതി എനിക്ക് എന്ന അഹങ്കാരത്തിന്റെ വർത്താനല്ലേ? അതും പറഞ്ഞു നിൽക്കുന്ന എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. മരണം വരെ ഒരേ വാപ്പാന്റെ മക്കൾ തമ്മിൽ എന്തുകൊണ്ടാ മക്കളെ ജീവിച്ചിരിക്കുമ്പോ വാപ്പാര് സ്വത്ത് വീതം വെക്കാത്തെന്നറിയോ? മക്കൾ തമ്മിലുള്ള പേടിയുണ്ട്. ഞാൻ ഉള്ള കാലത്ത് മക്കൾ തമ്മിൽ തന്നെ പാടില്ല എന്നൊരൊറ്റ പേടി കൊണ്ടാ മരിക്കുന്നവരെ വാപ്പാര് വീതം വെക്കാത്ത. ആ വാപ്പാനെ 6 അടി മണ്ണിൽ വെച്ച് തിരിച്ചു പോരുമ്പോ അന്ന് തുടങ്ങും മക്കൾ തമ്മിൽ തന്നെയാണ്. വീതം വെച്ചിട്ടും മറക്കിട്ടിട്ടും കിട്ടിയോ പോലക്കലർക്ക് പെങ്ങന്മാരെ പറ്റിക്കുന്ന ആങ്ങളമാരെ പറ്റിക്കുന്ന പെങ്ങന്മാര് പെങ്ങളവയ്യപ്പാരും സെന്റിന്റെ പേരിൽ നൂറ്റാണ്ട് പിണങ്ങി നടക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അതൊക്കെ ഒരു ഫാഷനാപ്പോ? അല്ല, പെങ്ങളടുത്തേക്കൊന്നും പോകാറില്ലേ? അളിയനും പെങ്ങളൊരു വലിയ നിക്കാഹ് നടത്തിയിട്ട് എന്നെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പറയും ഞാൻ 1-2 കൊല്ലായിട്ട് അലോക്യത്തിലാണ്. അതെന്ത്? പാപ്പ മരിച്ചപ്പോ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ 1-2 വർത്താനം ഉണ്ടായി. ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. എന്തിനാ? അള്ളാന്റെ ദുനിയാവിൽ പടച്ചോന്റെ ഭൂമിക്ക് വേണ്ടിയിട്ട് അടിമകൾ തമ്മിൽ കണക്ക്, അടിമകൾ മക്കൾ തമ്മിൽ കണക്ക്. ഒരേ ഉമ്മാന്റെ ചോര, ആ ചോരന്റെ അടയാളമായിട്ട് ഉമ്മാന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ചരത്തിയ പാല് കുടിച്ച് ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം കിടന്നു വന്ന മക്കളിൽ പലരും കണക്കാണ്. ഭാര്യമാര് തമ്മിലുള്ളത് പിയാപ്പിളാര് തമ്മിൽ ഏറ്റെടുത്തു. ഒന്ന് സബൂറാക്കാനും ക്ഷമിക്കാനും പടച്ചോനെ ന്യായം എന്റെ പക്ഷത്താണെങ്കിലും നിന്റെ ഭാഗത്തു നിന്നൊരു പ്രയാസം ഉണ്ടാവരുത്. അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നോ നന്നാവാനുള്ളവ? ഒരു ചോദ്യം ചെല്ലാൻ പല തവണ എന്നോട് അള്ള പറഞ്ഞിട്ടും ഏതായാലും ഞാനല്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള തീരുമാനത്തിലല്ലേ നിന്ന് 3 തവണ സലാം പറഞ്ഞപ്പോ ഈ നിർത്തിയില്ല, ഇനി മടക്കൂലാന്ന് കരുതി. അള്ളാന്റെ റസൂലുള്ളാഹിനോട് സഹാബത്ത് അതേ ചോദ്യം ചോദിച്ചു, റസൂലെ അപ്പൊ മരിക്കുന്നത് വരെ സലാം പറയണോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു പറയണം. കാരണം നിങ്ങളുമായി പിണങ്ങിയവനോട് നന്നാവാൻ ചെന്നിട്ടും നിങ്ങളോട് നന്നായിട്ടില്ലേ? നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ കയറി ചെല്ലുന്ന ഓരോ യാത്രക്കും, നിങ്ങൾ പറയുന്ന ഓരോ സലാമിനും അള്ളാന്റെ നരകത്തിന്റെ ചുടുവെണ്ണീരെടുത്ത് അള്ളാഹു അവന്റെ തൊണ്ട നിറയ്ക്കും. അപ്പൊ എന്നോട് മിണ്ടാത്തനോട് സലാം പറഞ്ഞ എനിക്ക് നഷ്ടമൊന്നുമല്ലോ, മടക്കിയില്ലോ. ഓന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഒരു പട്ടിന്റെ വില പോലും തന്നിലോരെ. ഞാൻ ചെന്നത് പടച്ചവന് വേണ്ടിയാണ്, നിന്റെ മണ്ണിൽ ഞാൻ ഒറ്റക്കാന്നുള്ള ബോധം കൊണ്ട. മനുഷ്യന്മാർക്ക് അതില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. നിസ്കാരം മുമ്പൊക്കെ എല്ലാവർക്കും ചോറാട്ട്. ഞാൻ കുറ്റം പറയാണ് എന്നൊന്നും ആരും ചിന്തിക്കണ്ട. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ വരെ ചൂണ്ടണോ അനക്കണോ? കൃത്യമായ നിലപാടുണ്ട്. ഹറമിച്ചെന്നാൽ കഅബ തവാഫ് ചെയ്യണോ? തിരിച്ചു പോരുമ്പോ വിധാവുണ്ടോ? നിലപാടുണ്ട്. കൈ നെഞ്ചത്ത് കെട്ടണോ വയറ്റത്ത് കെട്ടണോ? നിലപാടുണ്ട്. മുഖം മക്കൾ ധരിക്കുമ്പോൾ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണോ കഴുത്തിന്റെ ചുറ്റും കെട്ടിക്കെട്ടണോ? നിലപാടുണ്ട്. എന്താ കുടുംബത്തിന്റെ വിഷയത്തിൽ ഒരു നിലപാടില്ലാത്തത്? എന്താ കുടുംബം ചേർക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു അമാന്തം? അവസാനം മരിച്ചു കിടക്കുന്നവരെ നന്നാവൂല. മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ മയ്യത്ത് കുനിയിൽ 1ാമത്തെ സ്വത്ത് കൊടുക്കുമ്പോൾ എൽപ്പത്തായം പള്ളിയിലേക്ക് എടുക്കുക എന്ന് തോന്നുന്ന സമയത്ത് മക്കളെ കൈകളിലേക്ക് പള്ളിയിൽ ഉസ്താദുമാരും കമ്മിറ്റിക്കാരും ഒരു മൈക്ക് കൊടുക്കുന്നു. ആ മൈക്കും കൊണ്ട് കിട്ടുമ്പോഴേക്കുണ്ട് ആയ കാലത്തും വാപ്പാനൊന്നും നന്നാക്കണമെന്ന് ചിന്തിക്കാത്ത മോൻ വരെ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറയും, എന്റെ വാപ്പ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരോടെങ്കിലും വല്ലതും ചെയ്തു പോയിട്ടുണ്ട്. മരിച്ച മയ്യത്തിന്റെ കവറും പരലോകവും വിചാരിച്ച് എന്റെ ഉപ്പാക്ക് നിങ്ങളത് പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ. മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാൻ ആരാ പറഞ്ഞത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തെരഞ്ഞോ? ഉലമാക്കളുടെ നാടല്ലേ ഇത്? മയ്യത്ത് കൊണ്ടുവച്ച മരണത്തെ പറ്റി അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തും. ശേഷം ചോദിക്കും, കട ഉണ്ടോ? ഉണ്ട് നബിയെ, കട ഉള്ളവനായിട്ടാ മരിച്ചത് പറഞ്ഞാൽ പ്രവാചകൻ വയ്യോട്ട് മാറും. സഹാബാക്കൾ പിന്നാലെ ചൊല്ലും, റസൂലേ കട ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഉറപ്പാണോ? ഉറപ്പാ റസൂലേ. 3 തവണ റസൂൽ ഉറപ്പ് വരുത്തും. ഉറപ്പാണ്? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് സ്കരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി മയ്യത്തിന് പൊരുത്തം വന്ന മക്കളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൂടെ എത്ര നെഞ്ചു പൊട്ടി കരഞ്ഞ് വാപ്പാനോടും ഉമ്മാനോടും മുഹബത്തോണ്ട് നാട്ടുകാരെ കാണിക്കാൻ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആയുസുള്ളപ്പോ വാപ്പാനോട് പറയണം, അപ്പേ ഏട്ടനുമായിട്ട് കാക്കയെ മുത്താപ്പയായിട്ട് എന്തുണ്ടോ പറഞ്ഞു തീർക്കണം. പോരാ, ഞങ്ങൾ പോരാ. ഭാര്യ പറയണതാ, നിങ്ങളെ കബറിലേക്ക് നിങ്ങൾ ഒറ്റക്ക. നാളെ നിങ്ങൾ മരിച്ചു കിടക്കുന്ന മുൻപ് നിങ്ങൾക്ക് സമാധാനിക്കാൻ ഒരു വകുപ്പാണോ? നിന്റെ പിയാപ്പിള നല്ല മനുഷ്യനായിരുന്നു, അയാൾ എനിക്ക് സ്വർഗത്തിൽ കാണാം. നിങ്ങൾ പറയണം ഭാര്യമാരോട്, എന്റെ ഏട്ടത്തിൽ കാരണം കഴിയുന്ന പണക്ക് നമുക്ക് തീർക്കണം. കാരണം നാളെ മറ്റന്നാൾ നീ എടുത്തുനിന്ന് പോയാൽ, മരിച്ചു പോയാൽ എന്നെ ഓർക്കുമ്പോ എനിക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു മയ്യത്തിനെ ഓർക്കുമ്പോഴേക്കും ആ പെണ്ണിന്റെ കണ്ണു നിറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അനിയനുമായിട്ട് 8 മാസത്തെ പണക്കിന്റെ പേര്. അത് എന്റെ ഭാര്യക്കും എന്റെ ഭർത്താവിനോ വരുന്നതെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. അതില്ലാതിരിക്കാൻ നമുക്കൊന്ന് നന്നാവണം.
പോണം, കയറണം, ഞമ്മക്കോല് വാതിൽ തുറന്നു വന്നിട്ടില്ലെങ്കിലും നമ്മളെ ഭാഗം ശരിയാക്കണം. നമ്മളെ പച്ചക്ക് കത്തിച്ചോലാവട്ടെ, കഴുത്തിൽ കുടന്മാലകൾ ഇട്ടവരാവട്ടെ, അവരോടൊക്കെ അള്ളാന്റെ റസൂലുള്ള ആ പണക്കം കാണിക്കാതെ സ്നേഹത്തോടെ അവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പോണട്ടോ എന്ന് പറയലാണ് പുണ്യം. പക്ഷെ ഇന്ന് ചിലർക്ക് ആ കുടുംബം ചേർക്കണം എന്നൊന്നുമില്ല. എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഞാൻ ഓരോരുത്തരും ഇരുത്തി പറയല്ലോ, ഒരു ഫോൺ കോളിലൂടെയെങ്കിലും നന്നാവാൻ പറ്റെങ്കിലും നന്നാവണം. ഞാനൊരിക്കലും ഒരു റമദാനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കൽ കൂടി പറയാം. ഒരു റമദാനിന്റെ വ്യാഴാഴ്ച ഇതേ കണ്ണൂർ ജില്ലയിലുള്ള ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ചെന്നു. ഉച്ചയ്ക്ക് ഇതേ വിഷയം പറഞ്ഞ് എഴുന്നേറ്റ് പോലും ഒരു പ്രായമുള്ള വാപ്പ, ഒരു 10-20 വയസ്സുണ്ടാവും. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ഇതെന്നോട് ആരോ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞാണോ ഇവിടെ? ഞാൻ പറഞ്ഞല്ല, എനിക്ക് തോന്നി ഇന്നത്തെ മുസ്ലിം സമൂഹം, ഞാനൊക്കെ തികഞ്ഞവനായിട്ടും ഞാൻ ആ സ്വർഗത്തിലേക്ക് കറക്റ്റ് നിൽക്കുന്നവനും ഇവിടെ കേൾക്കുന്ന എല്ലാവരും നരകാവകാശികളും എന്ന അർത്ഥത്തിലല്ല. നമ്മൾ തിന്ന് കേൾക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയാം? നിസ്കാരവും നോമ്പൊന്നുമല്ല. അതിനൊക്കെ ആൾക്കാർക്ക് നല്ല അഭിപ്രായം എന്ത് ചെയ്യണമെന്നും അറിയാം. അവർക്കുള്ള പോരായ്മ കുടുംബം മുറിക്കല, പിണങ്ങി നടക്കല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതാ. അത് നന്നാവാതെ ബാക്കി എന്ത് നന്നായിട്ടെന്താ? അയാൾ ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങി നടന്നു. അന്ന് രാത്രി എനിക്ക് ദുബായിൽ ഒരു ഫോൺ കോൾ വന്നു, അതെ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ചെന്ന പള്ളിയിലുള്ള ഒരു വാപ്പാന്റെ മോനാ ഞാൻ. എന്റെ വാപ്പ 11 വർഷമായിട്ട് എന്റെ മൂത്താപ്പയായിട്ട് പണക്കിലാണ്. വലിയാപ്പ മരിച്ചപ്പം വീതം വെച്ചൊരു കടമുറിയുടെ പേരിലാണ് അവർ പണങ്ങിയത്. ഇന്ന് വാപ്പ മൂത്താപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. ഈ ശനിയാഴ്ചത്തേക്ക് അവരെ നോമ്പ് തുറക്കാൻ വിളിച്ചു. വലിയ സന്തോഷമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കും സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്. പിന്നീട് ആ വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞു. തിങ്കളാഴ്ച ഞാൻ കോഴിക്കോട് സ്കൂളിലേക്ക് വരുമ്പോൾ രാവിലെ ഒരു 9 മണിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ ദുബായിൽ. ഉസ്താദേ, 2 കാര്യങ്ങളിൽ 2 സന്തോഷം തന്നെയാണ്. അതിലൊന്ന്, മൂത്താപ്പ വന്നു, മക്കളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു. കുറെ വാപ്പയും മൂത്താപ്പയും കുറെ കരഞ്ഞു. ഉമ്മാനെ കെട്ടി, വലിയ മൂത്താമ്മാനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. ഇന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ചത്തേക്ക് മൂത്താപ്പന്റെ വീട്ടിൽ തുറക്കാൻ. ഞങ്ങളൊക്കെ ലീവിന് അപ്ലൈ ചെയ്ത് നിൽക്കുക. ഞാനും അനിയനും ഇവിടെയാണ്. അതൊരു വലിയ സന്തോഷം. പിന്നെ എന്തൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞായറാഴ്ച, അതായത് ഞായറാഴ്ച പുലർച്ചെ വാപ്പാനെ ഉമ്മ നോമ്പ് വിൽക്കാൻ വിളിച്ചതാണ്. വാപ്പ മരിച്ചു കിടക്കുകയാണ്. ഇന്ന് 11:30 മണിക്ക് അരനീര പള്ളിയിൽ മയ്യപ്പെടുത്താനുണ്ട്. പറ്റെങ്കിലും ഉസ്താദ് ഒന്ന് പോണട്ടോ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ്, എനിക്ക് സന്തോഷമേ തോന്നുന്നുള്ളൂ ഉസ്താദേ, കാരണം എന്റെ വാപ്പാനെ പറ്റി എനിക്ക് 100ക്ക് 100 വിശ്വാസമാണ്. ഞാൻ പുലർച്ചെ 4 മണിക്കാ കരിപ്പൂര് വിമാനം ഇറങ്ങിയതെങ്കിലും ഉറങ്ങാൻ വേണ്ടി പുരയിലെത്തിയ വാപ്പ പറയും, മോനെ എന്നെ ഇവിടെ എത്തിച്ച് പഠിച്ചവനാ, അതുകൊണ്ട് ഈ നിസ്കരിച്ചിട്ട് നമ്മൾ കിടന്നോ. ആ വാപ്പാനെ പറ്റി എനിക്ക് ഒരൊറ്റ ബേജാറേ ഇല്ലായിരുന്നു. മുത്താപ്പയായിട്ടുള്ള കണക്ക് അത് നന്നാക്കാനായിരിക്കും പടച്ചവൻ വാപ്പ ആയുസ് നീട്ടിക്കൊടുത്ത്. വാപ്പ അതും കിട്ടിയിട്ടാണല്ലോ മരിച്ചതെന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്തോ ഒരു സമാധാനം. വാപ്പാൻ ഓർക്കുമ്പോ തന്നെ എനിക്കൊരു സമാധാനം. ആ വാപ്പാന്റെ മോനാകാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പം വാപ്പാരന്മാരെ, നമ്മളിൽ എത്ര ആളുകൾക്ക് അങ്ങനെ സന്തോഷത്തോടെ മടങ്ങാൻ പറ്റും? ഇന്ന് രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അന്ന് നിഷിദ്ധമാക്കിയത് കുടുംബം മുറിക്കരുത്. ദുനിയാവിൽ എന്തിന്റെ പേരിലാണെങ്കിലും കുടുംബം മുറിക്കാൻ ഇസ്ലാം തെളിവില്ല. എന്നാൽ ചിലരുടെ വിവരക്കേടും വൃത്തികേടും കൊണ്ട് നമുക്ക് അകലം കാണിക്കാം. ബന്ധം മുറിക്കരുത്, അകലം കാണിക്കാം. അള്ളാന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്റെ ഉമ്മ ഞാൻ മുസ്ലിം ആയതിന്റെ പേരിൽ വെള്ളം കുടിക്കാതെ കിടക്കുക, ഞാൻ എന്ത് ചെയ്യും? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമ്മയാണ് ദുനിയാവ് തീരുന്നവരെ ഓരോട് ഇനി നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്ക് ഈമാനം നോക്കണം. പക്ഷെ ഉമ്മ പറയുന്നൊന്നും അനുസരിക്കരുത്, ഉമ്മ പറയുന്നതിനോട് താല്പര്യം കാണിക്കരുത്. കാരണം അത് ഇസ്ലാമിക വിരുദ്ധ. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിൽ ഞാൻ ദീർഘിപ്പിക്കല്ല, ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യരെ. നമ്മൾ എത്ര ആളുകൾ അതൊക്കെ ഒന്ന് ചെയ്യാറുണ്ട്? ഹജ്ജിന് പോകുമ്പോ എല്ലാരോടും പറയും, ആ വീട്ടിൽ മാത്രം കയറൂല. എന്താ ഒനേറ്റ പണക്ക്? പിന്നെ 150 വീട്ടിൽ കയറിയിട്ട് എന്താ കാര്യം? പിന്നെ ഏത് വീട്ടിൽ കയറി ചെന്ന് നിങ്ങൾ സമ്മതം വാങ്ങിയിട്ട് എന്താ കാര്യം? ഈ രീതിയിലാണ് മനുഷ്യന്റെ ജീവിതമെങ്കിൽ ഇത്തപ്പിൽ മഹാര്യം കുടുംബം മുറിക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ തപ്പുന്നു. അങ്ങനെ ഒരു കാര്യം നീ സൂക്ഷിച്ച് ക്ഷമയോടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ഇബാദത്തിന് പടച്ചവന്റെ അടുത്തൊരു വില ഉണ്ടാവും. ചില ആളുകളുണ്ട് നമ്മളെ ദ്രോഹിക്കാനായിട്ട് ജീവിക്കുന്നവര്, വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും കുടുംബത്തിൽപ്പെട്ടവര് തന്നെ ഒരുപാട് നമ്മളെ ദ്രോഹിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് അള്ളാഹുവിനോട് പറയാനാണ് റബ്ബ് പറഞ്ഞത്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. നിങ്ങളെ നെഞ്ചകം വിങ്ങിയാൽ, നിങ്ങളെ നെഞ്ചകം കരഞ്ഞാൽ
അവരുടെ പ്രവൃത്തി കാരണം നിങ്ങളുടെ ഉള്ളൊന്ന് വെന്താൽ അള്ളാഹ് അറിയുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ മെനക്കെടണ്ട. നിങ്ങൾ കൊടുത്താലും കിട്ടാവുന്നതിന്റെ 100 ഇരട്ടി കൊടുക്കാൻ പടച്ചവന് കഴിവുണ്ട്. നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചാൽ മതിട്ടോ. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഇനി രണ്ടാമത്തെ മറ്റൊരു ഹറാമ് ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി തിന്നുന്ന മുതല്. അത് ഹറാമായ കഴിഞ്ഞു കഥ. ഇന്ന് തിന്നുന്നതിലൊന്നും ആർക്കും ഒരു നോട്ടവുമില്ല. എവിടുന്നെങ്കിലും കള്ളത്തരം കാണിക്കുക, മറ്റുള്ളവരെ പറ്റിക്കുക, നമ്മളെ മുതല് നമ്മളേക്ക് വിരിക്കുക. പലിശ നിഷിദ്ധല്ലേ? ഇന്നല്ലാഹ ഹറമ, അള്ളാഹു നിഷിദ്ധമാക്കിയതാ അരിബ, പലിശ. ഇന്ന് പലിശയിൽ ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുക നമ്മളിൽ പലരും. ഇത് പറയുമ്പോൾ ചിലര് ചോദിക്കുന്ന നിങ്ങൾ തരി പൈസ, എന്നാ പിന്നെ അങ്ങനെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവട്ടെ. കുറെയൊക്കെ പക്വതയും പാകതയും ക്ഷമിക്കാനും ഭൂമിയോളം താവാനും മനസ്സുണ്ടെങ്കിൽ ദുനിയാവിലും പലിശപ്പെടാതെ ജീവിക്കാൻ പറ്റും. സഹാബ പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്: പട്ടിണി ഞങ്ങൾ കിടക്കും, ഹറാമായ ഒരു വറ്റി ഈ പുരയിലേക്ക് കൊണ്ടുവരുത്. നരകത്തിന്റെ ചൂട് ഞങ്ങൾ സഹിക്കൂല, വിശപ്പിന്റെ ചൂട് ഞങ്ങൾ സഹിച്ചോളാം. അങ്ങനെ ഒരു വർത്താനം പറയുന്ന പെണ്ണ് പുരയിലുണ്ടെങ്കിൽ ആണെന്ന് ചിന്തിക്കും. പുരയിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റായ രീതിയിലാകരുത്. ഒരു വാപ്പയും ഉമ്മയും മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാം. ചില വാപ്പാർക്കും ഉമ്മാർക്കും ബേജാറാ, മക്കൾക്കൊന്നും ആയില്ല, ഓൽക്കൊന്നും കിട്ടിയില്ല എന്നുള്ള തോന്നൽ. എന്റെ മക്കൾക്ക് എന്റെ മക്കളായി പോയിട്ടായിരിക്കും എനിക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള ബേജാറാ ചില വാപ്പാർക്കും ഉമ്മാർക്കും മരിക്കുന്നവരെ. ഒരു വാപ്പനാള് കാര്യമായിട്ട് പറഞ്ഞു, ഞാനും അഹമ്മദ് ഒരുമിച്ച് ദുബായിക്ക് പോയത്, എന്നിട്ടോ ഓനാണ് പിടിച്ചൊന്നും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, ഞാനിങ്ങ് പോന്നു. അതുകൊണ്ട് എന്തായി? ഓനിപ്പം വലിയ പൊരയായി, ഓന്റെ 3 മക്കൾക്ക് നല്ല വീടായി, ഓന്റെ മക്കളൊക്കെ നല്ലോണം പഠിച്ച് ഡിഗ്രി നേടി, ഓന്റെ 2 പെൺകുട്ടികളെ നല്ല നിലക്ക് കെട്ടിച്ചു വിട്ടു. എന്റെ മക്കൾ നിങ്ങൾ കണ്ടോ? മൂത്തോനതാ ബസ്സിനെ കണ്ടെത്തി, രണ്ടാമത്തോനതാ ഓട്ടോറിച്ച് ഓടിക്കുന്നു, മൂന്നാമത്തോനതാ കൈക്കോട്ട സംഭവം. എന്റെ മക്കൾക്കൊന്നും ഇല്ലാണ്ടായിപ്പോയി, അന്ന് അവിടെ നിന്നാ മതിയായിരുന്നു എന്നൊക്കെ വാചാലരാവരുണ്ട്. എന്റെ പൊന്നു രക്ഷിതാക്കളെ, ഒരു മക്കളോട് വാപ്പയമ്മയും കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയോ? സ്വന്തം മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കല, സ്വന്തം മക്കളെ ഹറാമ് തീറ്റിക്കല. അതിലും വലിയൊരു ക്രൂരത സ്വന്തം മക്കളോട് ഒരു വാപ്പയമ്മയും ചെയ്യാനില്ല. ആ ഹറാമ് അറിയാതെ തിന്നു കൊഴുത്ത ഒരു മകൻ പരലോകത്ത് നമ്മളെ നേരെ തിരിയുന്ന ആലോചിച്ചു. പടച്ചോനെ, എനിക്ക് ഓർമ്മല്ല, എന്റെ വാപ്പ എനിക്കെന്നും പറഞ്ഞിട്ട് ആരൊക്കെയോ പറ്റിച്ചിട്ടും അല്ലാണ്ടും കൊണ്ടുവന്ന മുതല. വാപ്പ പലിശ നടത്തിയോ എന്ന് ചിന്തിക്കാനുള്ള കഴിവെനിക്കില്ലായിരുന്നു. പണയം വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. പലിശയിൽ ഇങ്ങനെ മുഴുകിയ വാപ്പ ജീവിച്ചത്. ഉമ്മ പലിശക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുത്തു. അത് വേണ്ടട്ടോ, ഞമ്മക്ക് പട്ടിണി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പലിശ ഒഴിവാക്കണട്ടോ എന്ന് പറയുന്ന ഒരു ഉമ്മ അല്ലായിരുന്നു പഠിച്ചോന്നെ എന്റെ ഉമ്മ എന്നൊക്കെ മക്കള് പറയുമ്പോഴാ വാപ്പാരെ ഉമ്മാരെ പരലോകത്ത് നിന്ന് വിരളിന്റെ നഖം കടിച്ചിട്ട് പറയാ, യാ ലൈക്കനി കുൻതു തുറാബ. എന്തിനായാലും പഠിച്ചോനെ മക്കളും കുടുംബവും ഒക്കെ എനിക്ക് ഞങ്ങളെ ഒരു കുനീര മണ്ണായാ പഠിച്ചാ പോരായിരുന്നു. ആ റോട്ടുമ്മ കിടക്കുന്ന ഒരു മണ്ണായിരുന്നെങ്കിൽ ഒരു പരാതിയുമില്ല, മക്കളും ഇല്ല, പരിഭവങ്ങളും ഇല്ല. അത് പോരായിരുന്ന റബ്ബേ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബാക്കളെ പഠിപ്പിച്ചതും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ അഥവാ വയറ്റിൽ നിറയ്ക്കരുത്, ഞാറ തീ നിറയ്ക്കരുത്. ഇന്ന് ആർക്കും സ്വന്തം മുതലിന്റെ ഹക്കും ബാത്തിലും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, പണം കൊണ്ട് ആൾക്കാരിടയിൽ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കുക. സ്വന്തം മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലും ഇന്ന് ചിലർക്കില്ല. ആ ഹറാമായ മുതലിലാണല്ലോ പടച്ചോനെ ഞാനും എന്റെ മക്കളും ജീവിക്കുന്നത്. എങ്ങനെങ്കിലും അതൊന്ന് ഒഴിവായി കിട്ടാനുള്ള ഒരു പ്രാർത്ഥന പോലും പടച്ചോനെ എന്നെ ആ ഹറാമിൽ നിന്ന് തിരുത്തണം കേട്ടോ. എനിക്ക് കുറച്ച് നഷ്ടം വന്നാലും റബ്ബേ നിന്റെ മക്കളെ നിന്റെ ഉള്ളിൽ കയറുന്ന ഹറാം ഇനി തടയണട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇന്ന് ചിലർക്ക് പറ്റണില്ല. അതും ആരാ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റാന്ന് അറിയുന്ന ആൾക്കാർ തന്നെ. നിന്റെ വിഷയം ഇങ്ങനത്തതായതുകൊണ്ടാട്ടോ ഞാനിത് പറയുന്നത്. നിസാരമാക്കുന്ന നിഷിദ്ധങ്ങൾ, അതാ എനിക്ക് പറയാൻ തന്ന വിഷയം. ഇസ്ലാം പലിശ നിഷിദ്ധാക്കിയതാ. ആ പലിശ എഴുതുന്നവൻ, വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എന്തൊക്കെ അല്ലാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തെക്കാളും മേലെയായിട്ടാണ് ഈ പറഞ്ഞത്. തണല് കിട്ടാതെ അർശിന്റെ തണല് കിട്ടാത്തവരും ആ കൂട്ടരാ. ഇങ്ങനെയൊക്കെ റബ്ബ് പറഞ്ഞിട്ടും പെണ്ണുങ്ങളെ സർവ്വ പണ്ടവും പണയം വെച്ച് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതിടക്കെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിവെക്കും, അവിടെ നിന്ന് എടുത്തിട്ട് ഇന്നത്തേക്ക് മാറ്റിവെക്കും. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് അങ്ങനെ ചോദിക്കുക, എന്റെ പണം നിങ്ങൾ പണയം വെച്ചിട്ട് തരാം. കൊടുത്തവരുണ്ട്, അറിഞ്ഞിട്ടും പണയം വെക്കാൻ കിട്ടും. നമ്മൾ ഇരുത്താതെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വർത്താനം. ആരങ്ങനെ ചോദിച്ചാൽ തരിക? ആവശ്യത്തിന് ചോദിച്ചാൽ കുറെയൊക്കെ നമ്മൾ സുഖൂറാക്കിയാൽ മതി.
അള്ളാഹിനോട് പ്രാർത്ഥിച്ച റബ്ബ് അതിനൊരു മാർഗം കണ്ടെത്തി തരും. ആ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് നമുക്ക് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക. എത്ര വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങൾ. ഇന്ന് ചില ആൾക്കാർ കളവ് പറഞ്ഞു വാങ്ങുന്ന മുതൽ പോലും വയറ്റിന് ദഹിക്കാതെ കിടക്കുന്ന ഒരാള് ഹറാമ് തിന്നുന്നാണെങ്കിൽ 40 ദിവസത്തിന്റെ അടക്കം മരിച്ച അള്ളയും മലക്കളും തിരിഞ്ഞു നോക്കൂല. നാട്ടുകാർ നല്ല ഉഷാറായിട്ട് കുളിപ്പിച്ച് കവറിൽ കൊണ്ടുവച്ചെന്ന് വരും. പടച്ചവനും മലക്കളും തിരിഞ്ഞു നോക്കൂല, അള്ളാന്റെ അടുത്തേക്ക് ഉയരൂല. ഹറാമ് തിന്നുകയും ഹറാമ് സമ്പാദിക്കുകയും ചെയ്തവർ. നമ്മൾ എത്ര ആളുകൾ സ്വന്തം മുതലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്? മുതലുണ്ടാക്കുക എന്നുള്ള വിചാരമുണ്ട്. എന്തൊക്കെ കള്ളത്തരങ്ങൾ കൂടിയ മനുഷ്യന്മാര് പൈസ ഉണ്ടാക്കുന്നതെന്നറിയും. നമ്മളെന്നെ അത്ഭുതപ്പെട്ടു പോകൂലേ? ആൾക്കാർക്ക് പണത്തോടുള്ള ആർത്തി കാരണം ചിലര് കാണിച്ചു കൂട്ടുന്ന ജോലികൾ, ചിലര് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ. ഒരു ഉറുപ്പ്യ കിട്ടുമ്പോ പടച്ചോനെ ആ ഒരു ഉറുപ്പ്യ അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ള ഒരു ബേജാറല്ല, ആ ഒന്നെങ്ങനെ 10 ആക്കാന്നുള്ള വെപ്രാളത്തിലാണ്. അതുകൊണ്ട് ആ ഒന്ന് ഇരട്ടിപ്പിക്കുന്ന നെറ്റ് മാർക്കറ്റിംഗിന്റെ ശൃംഖലകൾ പടർന്നുകൊണ്ടിരിക്കുക. തൊഴിലില്ലാത്തവനും കുളിച്ചു കുപ്പായിട്ടിട്ട് അട്ടോന്റെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങൾ 10 ആളെ ചേർത്താൽ നിങ്ങൾക്ക് 10,000, നിങ്ങളെ വലതുഭാഗം 8 ആളെ ചേർത്താൽ നിങ്ങൾക്ക് 8,000. മുതലിന് വേണ്ടിയിട്ട് കൂടുക മനുഷ്യന്മാര്. അതിരിന്റെ കല്ലുമ്മൽ ഉള്ളിലേക്ക് വളച്ചു കെട്ടിയിട്ട് നാട്ടുകാരെ പറയിപ്പിക്കുക ചിലര്. മുതലെന്ന് വിചാരിച്ചില്ലേ എന്തൊക്കെ കള്ളത്തരങ്ങളെ ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് മുതലുണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആ മുതല് ആരാ മനുഷ്യരെ കൊണ്ടുപോകുക? ഞാൻ എന്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുറ്റ്യാടിയിൽ ഒരു വല്യമ്മ മരണപ്പെട്ടു. കുറ്റ്യാടിക്കാരൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ചെവിമ്മൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 എണ്ണം മേലെ വേറെ ഉണ്ടാവും. വല്യമ്മാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കൊണ്ടുപോയാൽ പേരക്കുട്ടി കരഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമ്മാന്റെ ചെവിമ്മലുള്ളത് കിട്ടണില്ല, മേലുള്ള ഒക്കെ ഇറച്ചിമ കൂടിപ്പോയിട്ടുണ്ട്. മരിച്ച മയ്യത്താണെങ്കിൽ മറച്ചെടുക്കാൻ പെൺകുട്ടിയൊക്കെ ഒരു മടി. അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോയ വല്യമ്മാനെ പിന്നെയും കുപ്പായടിച്ച് പുറത്ത് കൊണ്ടുപോന്ന് കുറ്റ്യാടി അങ്ങാടിയിൽ ഒരു തട്ടാനെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളെ കത്രിക കൊണ്ട് മുറിച്ച് വെച്ച് പുറത്തേക്ക് വെച്ചിട്ടാ കുളിപ്പിച്ച്. ഉമ്മാരെ കാത്തരി മണ്ണ് കാത്തരി പൊണ്ണ് ദുനിയാവെന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ദുനിയാവെന്ന് ഒരു പടച്ചോന്റെ അടുത്തേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമുക്കുണ്ടാവില്ല. നിങ്ങൾ പൈസ സമ്പാദിച്ച ബാങ്കിൽ ഒരു ലക്ഷക്കണക്കിന് ഉറുപ്പുണ്ടെങ്കിലും നല്ലൊരു ഭക്ഷണവും നല്ലൊരു പാർപ്പിടവും കിട്ടാതെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ പൈസ കൊണ്ട് കിടക്കുന്ന എത്ര മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നൊക്കെ എന്റെ അനുഭവങ്ങളാട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഉണ്ടാക്കി പറയാണ്. എന്റെ അനുഭവങ്ങളാ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ ഞാൻ പറയാറില്ലേ. ഞാനത് പറയുന്നത് അങ്ങനെയാണ് നമ്മളെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. ദുനിയാവ് ചെറുതാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസേ കടന്നിട്ടുള്ളൂ. ഈ ദുനിയാവിന് പടച്ചോൻ തരുന്നത് 60 കൊല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 3-ൽ 2 കഴിഞ്ഞു, ഇനി 20 ഉള്ളൂ. പടച്ചോൻ കൂട്ടിത്തന്നോ ഞങ്ങളൊക്കെ 60ന്റെ മേലെ കിട്ടിയത് അള്ളാന്റെ ഔദാര്യ. പടച്ചോൻ നീട്ടിത്തരുന്നത് എന്നാലെങ്കിലും അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോൽക്ക് എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട. അങ്ങനെ നീട്ടിക്കിട്ടുന്ന ആയുസിന്റെ ഭൂരിഭാഗവും ദുനിയാവിലെ പണത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ പരാജയം നിങ്ങൾക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാ ഇസ്ലാം പഠിപ്പിച്ചതും ഹറാമായ മുതല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ വല്യമ്മക്ക് നല്ല മക്കളുണ്ട്, ആ വല്യമ്മക്ക് തന്നെ പൈസ ഉണ്ട്, ഉമ്മാക്ക് തന്നെ മുതലുണ്ട്. എന്നിട്ടും കുടുംബക്കാരായ ആളുകൾ വന്നു പറഞ്ഞു ഉമ്മാക്ക് ഒരു ബാത്റൂം വേണം. മക്കളൊക്കെ ദരിദ്രരാ, ചില മക്കള് ദരിദ്രരാ. അപ്പൊ ഇളയോന്റെ വീട്ടിലുള്ളത് ഓനാട്ടെ അഷ്ടിക്ക് വകല്ലാതെ ചെറിയ പച്ചക്കറി ബിസിനസ് നടത്തുന്നവനാ. അപ്പൊ നമ്മളെല്ലാവരും മഹലിൽ നിന്നൊരു പിരിവെടുത്തു. ഏകദേശം ഒരു ബാത്റൂമും ടൈൽസും ക്ലോസറ്റും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. 3-ാമത്തെ മാസം അമ്മ മരിച്ചു. 4-ാമത്തെ മാസം മക്കൾ തമ്മിൽ തെറ്റി. കാരണം എന്താണെന്ന് അറിയാം, ഈ വല്യമ്മാന്റെ ഈ ഉമ്മാന്റെ ബാങ്കിൽ 1,30,000 രൂപയുണ്ട്. അത് ഒരുത്തനെടുത്തു. ആ മറ്റേ മക്കൾ ചോദ്യം ചെയ്തു. ഇപ്പൊ മക്കള് 4-ാമത്തല്ല 3-ാമത്തെ മധ്യസ്ഥം കഴിഞ്ഞ് തീർന്നിട്ടില്ല. ചിലര് മുതല് ഉണ്ടാക്കുന്നതേ വെറുതെ ഒരു രസം, കുറെ മുതലിങ്ങനെ കുറ്റം. അതാരെ പറ്റിച്ചിട്ടാണെങ്കിലും ഉള്ളെന്ന് പോരട്ടെ എന്ന് കരുതില്ല. അതിന്റെ ഹക്കും ബാക്കിലും ഒന്നും നോക്കൂല. നമുക്കിങ്ങനെ കാണണം, ഇങ്ങനെ എണ്ണണം. ആർക്കാ മനുഷ്യരെ ഈ മുതല്? ദുനിയാവിൽ ഇത് നിങ്ങൾക്കാന്ന് കരുതിക്കോ, ഈ പറമ്പ് നിങ്ങൾക്കാന്ന് കരുതിക്കോ, ഈ ബിൽഡിംഗ് നിങ്ങൾക്കാന്ന് കരുതിക്കോ. നിങ്ങൾ മക്കളോട് പറഞ്ഞു നോക്കൂ, നാട്ടുകാരോട് പറഞ്ഞു നോക്കൂ, ഞാൻ മരിച്ചാൽ ഞാൻ വാങ്ങിയ 3 സെന്റിലിന്റെ മറമാടാവും വെക്കൂല, എനിക്ക് താഴ്ത്തു കൊണ്ടുവച്ചിട്ട് വരും. നിങ്ങൾക്കുള്ളത് ഇവിടെ അള്ളാഹു തആലയുടെ ഒരു കോടതിയിൽ മണ്ണുണ്ട്, അവിടേക്ക് കൊണ്ടുവച്ചിട്ടേ പോലും. ഞാൻ ദീർഘിപ്പിക്കല്ല. ഈ 2 കാര്യങ്ങൾ അത് അള്ളാഹ് നിഷിദ്ധാക്കിയതാണ്. അതിൽ നിന്നും കെട്ടിപ്പണഞ്ഞാ മരിച്ചു പോകുന്നതെങ്കിൽ രക്ഷപ്പെടാൻ കുറച്ച് പാടാ അള്ളാന്റെ അടുത്ത്. നിസ്കാരവും നോമ്പും ഒന്നും തുലാസ് കനന്തൂന്നില്ല. അതിനേക്കാളും വലിയ പാപങ്ങളാ മറു തുലാസുകളിൽ. 1 കുടുംബം മുറിക്കൽ, അള്ളാഹ് സ്വർഗം നിഷിദ്ധമാക്കിയത്. 2
പലിശ തിന്നൽ അള്ളാഹു നരകത്തിൽ എന്നല്ല, അള്ളാന്റെ അടുത്തേക്ക് പോലും 40 ദിവസം അടുപ്പിക്കാത്ത പാപം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സുലഭ, ആർക്കും ഒരു ശ്രദ്ധയില്ല. അതൊക്കെ ചെറിയ ആരൊക്കെ ചെയ്യാത്തത് എന്നാ ചോദിക്കാം. ഇതൊന്ന്. രണ്ടാമതായി അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, വർദ്ധി ബിമാ ഖസമ അല്ലാഹു ലക. ഈ ദുനിയാവിൽ അള്ള നിങ്ങൾക്ക് തന്നത് വിധിച്ചത് ക്ഷമയോടെ അതുമൽ ഒതുങ്ങി നിൽക്കുക. എങ്കിൽ ഫതകുൻ, നീ ആയിത്തീരും, ഐശ്വര്യവാനായിത്തീരും. ഫതകുൻ അനിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഐശ്വര്യവാനായിരിക്കും നീ. എന്തു വേണം? ഈ ദുനിയാവിൽ എപ്പോഴും മടങ്ങുന്ന ഒരു ജീവിതത്തിന്റെ ഉടമ, അത്ര ചിന്തിക്കാറ്. ബാക്കിയുള്ളവരെന്തുണ്ടാക്കിക്കൊള്ളട്ടെ, ഓൽക്ക് എത്ര പടച്ചം കൊടുക്കട്ടെ, എനിക്കല്ല വിധിച്ചത് എനിക്ക് എന്നെ കിട്ടും. ഒരാൾക്കും തടയാൻ പറ്റൂല, ഒരാൾക്കും തടയാൻ പറ്റൂല. അല്ല എനിക്ക് വിധിച്ചത് തടയാൻ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന 150 ആൾ ഒരുമിച്ച് ചേർന്നാലും പടച്ചോൻ എനിക്ക് വിധിച്ചത് തടയാൻ നോക്കൊണ്ട് പറ്റൂല. അത് ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല, ആകാശത്തിന്റെ താഴെ ആരൊക്കെ മത്സരിച്ചാലും പടച്ചോൻ എനിക്ക് വിധിച്ചൊരു കാര്യം തടയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഞാൻ വെല്ലുവിളിക്കുന്നു. പടച്ചോൻ എനിക്ക് തന്നത് തടയാനും തടഞ്ഞത് കൊണ്ടത്തരാനും നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ ഒരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ബേജാറ്? എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് വിധിച്ചതേ പടച്ചോൻ എനിക്ക് തരൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഏത് കോട്ടക്കുള്ളിലാണെങ്കിലും അള്ള നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ചുണ്ടിലെത്തും. നിന്റെ ചുണ്ടോടടുപ്പിച്ചത് അള്ള തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ചുണ്ടുമെന്ന് പടച്ചോൻ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവിൽ അള്ള തരുന്നതിൽ തൃപ്തി, ആ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്, ബേജാറ്, അസ്വസ്ഥത, ആശങ്ക. എല്ലാവർക്കും പറയാനുള്ളത് ടെൻഷന്റെ കഥ. എന്തോ ഒരു സമാധാനക്കേട്, ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, തിന്നാനൊക്കെ ഉണ്ട്, എന്നാലും എന്തോ ഒരു ബേജാറ്, വെപ്രാളം. അവിടെയാണ് അള്ള ഓർമ്മപ്പെടുത്തുന്നത്, ഈ ദുനിയാവിൽ എനിക്കും നോക്കും അള്ള തന്ന ചില പദവികളും നമ്മൾ നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതിലൊന്ന് നമ്മളെ കുടുംബം നല്ല നിലക്ക് കൊണ്ടുനടക്കാനുള്ളത്. നിന്റെ കുടുംബം നല്ല നിലക്ക് കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കുക എന്നുള്ളതല്ല. തിന്നാൻ കൊടുത്താലും പരലോകത്ത് മക്കൾ എന്നോട് ചോദിക്കും, അല്ലാപ്പ ഇങ്ങനെയൊക്കെ തിന്നാൻ തന്നിട്ടുണ്ട്, നിങ്ങളൊരു നല്ല അമ്മൻ എനിക്ക് തന്നില്ലല്ലേ വാപ്പ. മഹിഷറയിൽ പടച്ചോന്റെ അടുത്തുള്ള ഒരു ചോദ്യ. ഞാൻ ഇപ്പോഴും എന്റെ മക്കളെയും ഭാര്യനെ അടുത്ത് വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് ഇങ്ങൾക്കും ഒക്കെ ആഹ്ലത്തില് ഈ ഒരു ചോദ്യം നമ്മളെ നേരെ വരും. അള്ളാന്റെ മഹിഷറയിൽ നമ്മൾ മുഖത്തോട് മുഖം കാണും. വാപ്പാരെ 90-80 വയസ്സുള്ള വാപ്പാരിന്റെ കൂട്ടത്തില്, ഉമ്മാരിന്റെ കൂട്ടത്തില്, വാപ്പാര് മരിച്ചുപോയ മക്കളുണ്ട് കൂട്ടത്തില്, ഇടയും തുണയും മരിച്ചുപോയ വല്യപ്പാരുടെ കൂട്ടത്തില്. ബേജാറാവണ്ട, നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ പറ്റും, നിങ്ങളെ വാപ്പാരെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ പറ്റും, നിങ്ങളെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ പറ്റും. അത് അള്ളാന്റെ മഹിഷറയാണ്. ആ മഹിഷറ ലോകത്ത് അള്ള പറഞ്ഞിട്ടുണ്ട്, നരകത്തിലേക്ക് തീരുമാനിക്കപ്പെട്ട കുടുംബമാണെങ്കിൽ നിങ്ങൾ പരസ്പരം കാണും. ആ വാക്യത്തെ പറ്റി ആ റബ്ബ് പഠിപ്പിച്ചതും യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യബ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതി ഇല്ലതി തുവി വമൻ ഫിൽ അർളി ജമീആ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു. യുബസ്സറൂനഹും, നിങ്ങൾ പരസ്പരം കാണും. യവദ്ദുൽ മുജ്രിമു, അല്ലയോ അക്രമികളെ, അല്ലയോ അവിവേകികളെ, ഈ ദുനിയാവിൽ പടച്ച റബ്ബിന്റെ നിയമമനുസരിക്കാതെ തിന്നും കുടിച്ചും സമ്പാദിച്ചും ലഭിച്ചും കാണാനുള്ളത് കണ്ടും തിന്നാനുള്ളത് തിന്നും ആരെയും വകവെക്കാതെ ജീവിച്ച മനുഷ്യ, അമ്മാളിക്കത്തുന്ന നരകത്തിന്റെ മുൻപിൽ നിന്ന് ഒരു ചാണുമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ അഗ്നിയാൽ വേറത്തിൽ കുളിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ നഫ്സി നഫ്സി എന്ന് ചിന്തിച്ച് ഓരോരുത്തരും പരസ്പരം പരക്കം വാഴുമ്പോ ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലകളിലേക്ക് സിറാത്ത് പാലത്തിൽ നിന്നും മനുഷ്യൻ കുതിർന്നു വീഴുമ്പോ മനുഷ്യരെയും കല്ലുകളെയും അഗ്നി വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ട് വാനലോകത്തേക്ക് കത്തിയണരുമ്പോ നരകത്തിന്റെ വെപ്രാളം കണ്ട് നരകത്തിന്റെ അരികിലേക്ക് ചെന്ന് റബ്ബ് ചോദിക്കും, നിനക്ക് നിറഞ്ഞില്ലേ നരകമേ എന്ന് ചോദിക്കുമ്പോ മസീദ്, ഇനിയും വേണം, ഇനിയും വേണം എന്ന് നരകം കരയുമ്പോ, നരകം വെപ്രാളപ്പെടുമ്പോ നിങ്ങൾ പരസ്പരം കാണുന്ന ആ നിമിഷം അള്ളാനോട് നിങ്ങൾ പറയും, ലൗ യബ്തദി, പഠിച്ചവനെ എനിക്ക് പകരം ഞാൻ തരും. ലൗ യബ്തദി, ഫിദിയ തരും. മിൻ അദാബി യൗമിഇദിൻ, ഈ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ പകരം തരും. ആരെ? ബിബനീ, എന്റെ മക്കളെയാണ് റബ്ബേ ഈ കാണുന്നത്. പാലും തേനും കൊടുത്ത് ഞാൻ വളർത്തിയ മക്കൾ,
ആരാന്റെ ആട്ടും തുപ്പുമേറ്റി ഞാൻ പോറ്റി വലുതാക്കിയ മക്കൾ, ഇവരുടെ കണ്ണ് നിറയും തന്റെ നെഞ്ചു പടഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ ഒരു വകുപ്പുണ്ടാക്കാൻ വേണ്ടി പലരെയും ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി പലരുമായി കുടുംബം മുറിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി പലരുടെയും ഞാൻ കട്ടിട്ടുണ്ട് നാഥാ. എന്നാലും റബ്ബേ, ഇന്ന് എനിക്ക് ഈ മക്കളെ വേണ്ട. മക്കൾ എനിക്ക് കിട്ടും. എന്റെ കൂടെ കൂടിയ പെണ്ണിതാ റബ്ബേ, എന്റെ കൂടെ കൂടിയ ആണിതാ റബ്ബേ. ആരും കാണാതെ കൊണ്ടു നടന്ന എന്റെ സൗന്ദര്യത്തിന്റെ മൂർത്തി എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണും നോക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പെണ്ണിനെ മറ്റൊരാൾ നോക്കുന്നതും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ പെണ്ണിന് വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ കൂടിയ ഈ പെണ്ണിനെ ആണിനെ ഞാൻ നിനക്ക് തരാൻ റബ്ബേ, ഇനി ഒന്ന് കഴിച്ചിലാക്കുക. അതും പടച്ചോന് വേണ്ട. എന്റെ സഹോദരങ്ങൾ ഇതാ റബ്ബേ, എന്റെ ധൈര്യമായിരുന്ന ദുനിയാവിലെ എന്റെ അഡ്രസ്സായിരുന്ന കാക്ക, കാർന്നോര്, അടിയന്, എളാപ്പ, മുത്താപ്പ, അതുകൊണ്ട് റബ്ബേ അവരെയും നീ എടുത്തോ. അതും പടച്ചോന് വേണ്ട. വീണ്ടും അവസാനത്തെ ഒരു ചോദ്യം, ഞാൻ സമ്പാദിച്ച പലതും ദുനിയാവിലുണ്ട്. എന്റേതെന്നാക്കിയ അടിയാധാരം നോക്കി എന്റേതിലേക്ക് ചേർത്തെഴുതിയ മാസങ്ങളോളം ദിവസങ്ങളോളം കൊടുത്തുറപ്പിച്ച് സാക്ഷികൾ മുഖേന എന്റെ പേരിലേക്ക് രേഖപ്പെടുത്തിയ പറമ്പ്, ബിൽഡിങ്, ദുനിയാവിൽ പലതും എന്റെ പേരിലുണ്ട് റബ്ബേ, ഞാൻ എനിക്ക് തരാം. ഇതും പടച്ചോന് വേണ്ട. അവസാനായിട്ടൊരു ചോദ്യം, ഈ ഭൂമിയിലുള്ള മുഴുവൻ, നമ്മളുടെ എന്നാലും പറയാ, ഈ ഭൂമിയിലുള്ള മുഴുവൻ ഞാൻ എനിക്ക് തരാം റബ്ബേ. ഉമ്മയുണ്ടേ, ഇന്നെ മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ മതി. എനിക്ക് എന്റെ മക്കളും ഭാര്യയൊന്നും വേണ്ട. ഓർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും വേണ്ട പടച്ചോനെ, ഇന്നെ മാത്രം ഇങ്ങനെ കഴിച്ചിലാക്കി തരണം. ഉടനെ അള്ളാഹ് പറയും, കല്ല ഇന്നഹാലല്ല, മിണ്ടരുത്, ഇതൊന്നും അല്ല എനിക്ക് വേണ്ടതെന്ന് 100 തവണ നീ കേട്ടിട്ടുണ്ട്. പല മൗലവിമാരിലും ഖുതുബയിലും അള്ളാന്റെ ഖുർആൻ എഴുതി പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് മനസ്സുകൊണ്ട് മാറി ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് ദുനിയാവായിരുന്നു വലുത്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ദുനിയാവ് ഒരു ചത്ത ആട്ടിക്കുട്ടിയുടെ വില പോലും ഇല്ലാത്ത മുതലാണ്. മദീനത്തെ തെരുവിലൂടെ നടന്നു പോകുന്ന അള്ളാന്റെ റസൂൽ ഒരു ചത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടു. അതിനെ നോക്കി സഹാബത്തിനോട് പറഞ്ഞു, ആർക്കും എടുത്തുണ്ടോ? 2 ദീനാർ. സഹാബത്ത് പറഞ്ഞു, റസൂലെ ചത്തയിനോ കുഴിയടക്കുന്നതിനോ? എന്നാ വെറുതെ കൊണ്ടുപോയിക്കോ. വേണ്ട റസൂലെ, വെറുതെ തന്നാലും വേണ്ട, ചത്തു കുഴിവടക്കുന്ന ഒരു ആട്ടിൻകുട്ടീന ആരെടുക്കാനാ റസൂലെ? അള്ളാന്റെ റസൂൽ ആട്ടിൻകുട്ടിയെ നോക്കി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലെ ഈ കരച്ച്? അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, ഈ ചത്ത ആട്ടിൻകുട്ടീന്റെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. നമ്മളേത് പറയാൻ ആ ദുനിയാവിന്റെ കുറിച്ച്? പൈസയായിട്ടും പണ്ടായിട്ടും പറമ്പായിട്ടും സ്ഥാനായിട്ടും പദവിയായിട്ടും. ആ ദുനിയാവ് വേണ്ട എന്ന് അള്ളാന്റെ മുമ്പിൽ അറിയുമ്പോൾ, പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാന്ന് അറിയുമ്പോൾ, അന്ന് നമ്മൾ കരയും. അവിടെ വെച്ച് നെഞ്ചുപൊട്ടി നമ്മൾ കരയും. നമ്മുടെ മുഖാകെ കറുപ്പ് ബാധിക്കും. മാറിയിരുന്ന് കരയുന്ന നമ്മളെ നോക്കിയിട്ട് പടച്ചോൻ പരിഹാസത്തോടെ മലക്കളോട് പറയും, ചില മുഖങ്ങൾ അന്ന് കൂരിട്ട് ബാധിച്ചിട്ടുണ്ടാകും. വല്ലാതെ പൊടി പടർന്നിട്ടുണ്ടാകും. ക്ഷീണി ചെല്ലും തോലും ആയതിന്റെ മാതിരി ഓടടാ ഓട്ടം പരലോകത്ത് പല വഴിക്ക് ഓടിയിട്ട് രക്ഷല്ലാന്നറിയുമ്പോ മാറിയിരുന്ന് ഇരിക്കുന്ന കരയുന്ന ഓനെ ചൊല്ലിയിട്ട് അള്ളാഹ് പറയും, അവനാണ് റസൂലെ അധർമ്മകാരികളുടെയും തെമ്മാടികളുടെയും നേതാവായ മനുഷ്യൻ. അവനാണത്. അന്ന് നമ്മളിങ്ങനെ കരയുമ്പോൾ നമ്മളെ മക്കൾ അടുത്തേക്ക് വരും. പാപ്പാനോട് ചോദിക്കും, പാപ്പ എന്തൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെന്നു? അപ്പാര് പറയും, ശരിയാ മോനെ, പാപ്പ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. ഞങ്ങളെ ഭക്ഷണം, ഞങ്ങളെ പാർപ്പിടം, ഞങ്ങളെ ജീവിതോപാധി, ഇതൊക്കെ വാപ്പ ഞങ്ങൾക്ക് ചെയ്തെന്നില്ലേ? ചെയ്തു വന്നു മക്കളെ, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തെന്നിട്ടും വാപ്പ നല്ലൊരു ഉമ്മൻ എന്തായി വാപ്പ നിങ്ങൾ തരാൻ? അപമാന ഭാരം കൊണ്ട് ഉമ്മാര് തലകുനിച്ചു നിൽക്കും. ഒരു നല്ല ഉമ്മാൻ എന്തുകൊണ്ട് വാപ്പ നിങ്ങൾ തന്നില്ല? അള്ളാനെ പേടിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് ഗതി വരികയായിരുന്നു. ആ ഉമ്മങ്ങളെയും ഞങ്ങളെയും അങ്ങനെ കൊണ്ടുനടക്കൂലായിരുന്നു. വീട്ടിക്ക് ഹറാമ് വരുമ്പോ ഉമ്മ പറയൂലായിരുന്നു, വേണ്ട ഒരേ കേൾക്കണം. TV തുറക്കുമ്പോ ഉമ്മ പറയൂലായിരുന്നു, മക്കളെ അത് വേണ്ട. സുബഹിക്ക് അടിച്ച് എഴുന്നേൽപ്പിച്ചെങ്കിലും ഉമ്മ പറഞ്ഞേക്കില്ലായിരുന്നു വാപ്പാന്റെ പേര്. അതുകൊണ്ട് എന്തുകൊണ്ടാ വാപ്പ നല്ലൊരു ഉമ്മാനങ്ങൾ തരാതെന്ന്? അപമാന ഭാരം കൊണ്ട് ഉമ്മാരിങ്ങനെ കരുവിരിച്ചു നിൽക്കും. ഇതേപോലെ ഉമ്മാന്റെ അടുത്തും പോകും, ഉമ്മ
ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്തില്ലേ ഉമ്മ, ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ ആയുസ് എന്തൊക്കെയാ ഞങ്ങൾക്ക് ചെയ്ത ഉമ്മ. ഉമ്മാര് പറയാ അതേ മക്കള്. പിന്നെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇതൊക്കെ ചെയ്ത് തന്നിട്ട് ഉമ്മ നല്ലൊരു വാപ്പനങ്ങളിൽ ഞങ്ങൾക്ക് തന്നില്ലേലോ. വാപ്പാനെ തെരഞ്ഞെടുക്കുമ്പോ എന്താ ഉമ്മ അങ്ങോട്ട് പരിഗണിച്ച്? വാപ്പാന്റെ മുതല, വാപ്പാന്റെ സൗന്ദര്യ, വാപ്പാന്റെ നാട്ടിലെ പേരും പെരുമയും പദവിയും നിലയും വിലയും തറവാടുക, ഉമ്മാന്റെ ഭംഗിയും ഉമ്മാന്റെ വാപ്പ കൊടുക്കുന്ന മുതലുക, ഇതൊക്കെ എല്ലാവരും നമ്മൾ നോക്കി അള്ളാന്റെ ദീനിന് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബാക്കിക്കൂടായിരുന്നോ വാപ്പാരെ ഉമ്മാരെ എന്ന് ചോദിക്കുമ്പോ നമ്മൾ വിചാരിക്കേണ്ട, പടച്ചോനെ പറ്റിപ്പോയി, മക്കൾ അങ്ങനെ അങ്ങ് കരുതുന്നല്ല. പിന്നെ അവർ നേരെ തിരിഞ്ഞ് അള്ളാനോട് പറയും, എന്റെ രക്ഷിതാവേ, ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നാലെ നടന്ന ഈ വാപ്പനെ ഇമ്മനെയും ആഖിറത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഗതികൾ ഞങ്ങൾക്ക് വരൂലായിരുന്നു. ഇവരെ ഒന്ന് കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹുത്താക്കിയതാണ്, കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരയ്ക്കുന്ന ഇവരെ ഞങ്ങൾ. അങ്ങനെ ഒരു ചോദ്യം അവനാന്റെ നേരെ വരൂലാന്ന് ഉറപ്പുള്ള എത്ര വാപ്പാരന്മാരിടത്തിൽ ഞാൻ കുറ്റപ്പെടുത്തല്ലോ. മദീനത്തെ പള്ളിയിൽ പഴപ്പോഴും സഹാബത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നിൽ നിന്ന് റസൂലുള്ള കേൾക്കുന്നത് മുഴുകുന്ന ശബ്ദം. നമസ്കാരത്തിന്റെ ഇടയ്ക്ക് പല സഹാബത്തും വീണ് കിടക്കും. ഉടനെ തന്നെ സലാം വീട്ടിക്കഴിഞ്ഞ റസൂലുള്ള തിരിഞ്ഞെന്ന് ചോദിക്കും, ആരാണോ വീണ്? ബോധം കെട്ടി കിടക്കുന്ന സഹാബത്തിന്റെ മുഖത്ത് വെള്ളം കളിച്ച് അള്ളാന്റെ പ്രവാചകൻ ചോദിക്കും, സഹാബത്തെ പട്ടിണി കൊണ്ടാണോ ബോധം വീഴത്? അല്ല റസൂലേ. പിന്നെന്തിനാ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ട്? കണ്ണുനീരോട് അവർ തിരിച്ചു പറയും, പ്രവാചക, നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പം മനസ്സുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റിയ റസൂലേ. സഹാബത്തിനോട് തിരുദൂതൻ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ആയത്തേതാ? മുഴുവൻ സഹാബാക്കളും ഒരുമിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അൻ-നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ഇന്ന് ചില വാപ്പാര് പറയും, ഞാനത് കാണാറില്ല, ടിവിയിലേക്ക് ഞാൻ നോക്കാറില്ല. ഉമ്മമാര് പറയും, ഞാൻ സീരിയൽ കാണാറില്ല, ഞാൻ ടി വി പോലും തുറക്കാറില്ല. മക്കളെപ്പോഴെങ്കിലും തുറക്കും, അവര് കാണുന്നല്ലാതെ ഫോണിലാവട്ടെ ടിവിയിലാവട്ടെ ഒരു വൃത്തികേടോ തോന്നിവാസമോ ഫസാദോ ഞാൻ കാണാറില്ലെന്ന് പറയുന്ന വാപ്പാരെ പോരാ, നിങ്ങൾ നന്നായാ മതി, മക്കൾ പഴച്ചോട്ടെ, ഞാൻ നന്നായാ മതി, മക്കൾ എന്തെങ്കിലും ഫസാദാവട്ടെ എന്ന് ചിന്തിക്കല്ലേ. നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാ നിങ്ങളെ മക്കൾ. നീ ഒരു പുരുഷനാണോ? കുടുംബത്തിന്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ട ആണാണോ? മേൽചുണ്ടിൽ മീശയും താടികളിൽ രോമങ്ങളും അധികാരത്തിന്റെ പവറും മേൽക്കരുത്തിന്റെ പവറും തന്നവനാണോ? എങ്കിൽ നിന്നോട് റബ്ബ് ചോദിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്ത ഭക്ഷണം ഹലാലാണോ? നീ ജനിപ്പിച്ച മക്കളെ നല്ല നിലക്ക് നടത്തിയോ? അവർക്ക് തർബിയത്ത് കൊടുത്തോ? അള്ളാന്റെ കലാമിനെ പറ്റി ബോധവാനാക്കിയോ? തൗഹീദ് എന്തെന്ന് അറിയിച്ചു കൊടുത്തോ? മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും മരണത്തോട് മല്ലടിക്കുമ്പോ ഓരോ പ്രവാചകന്മാരും മക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലയോ മക്കളെ, ഈ വാപ്പ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവരിൽ നിന്ന് തിരിച്ചു കേട്ട മറുപടി, അല്ലയോ പിതാവെ, താങ്കളുടെ രക്ഷിതാവായ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ രക്ഷിതാവായ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് ലോകത്തെ അമ്പിയാക്കൾ പോലും മക്കളോട് ചോദ്യം ചോദിച്ചുറപ്പ് വരുത്തിയിട്ടാണ് മരിച്ചതെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ മതനിരാസതയും മതവെറുപ്പും മതത്തോടുള്ള അയോഗ്യവും മതപരമായ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടവും മക്കൾക്കിടയിൽ പതിവായിക്കൊണ്ടിരിക്കുകയാ. ലഹരിയിലും ആനന്ദത്തിലും ആർഭാടത്തിലും മക്കൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാ. വലിച്ചാലും കുടിച്ചാലുമേ ആണാവൂ, അല്ലെങ്കിൽ തലമറയ്ക്കാതെ ജീൻസും കുട്ടി ഷർട്ടുമിട്ട് ഏതെങ്കിലും തെരുവോരങ്ങളിൽ ചെന്ന് നാട്ടുകാർക്കിടയിൽ ഡാൻസ് നടത്തി ഫ്ലാഷ് മോബ് കളിച്ചാലേ പെണ്ണിന്റെ പെരുമയുള്ളൂ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ആഖിറത്തിൽ ഒരു മടക്കുണ്ട്, അവിടെ റബ്ബിന്റെ ചില ചോദ്യങ്ങളുണ്ട്, അവിടെ രക്ഷപ്പെടാനായിരിക്കണം നമ്മുടെ ജീവിതം. അതിനാ റബ്ബ് കുടുംബം തന്നെ. അല്ലാതെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചു ജീവിക്കണം എന്നല്ല, കുടുംബത്തിന് വേണ്ടി ജീവിക്കണ്ടെന്നുമല്ല.
അതോടൊപ്പം കുടുംബം അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വാപ്പാർക്കും ഉമ്മാർക്കും സമയം പോയി അവസാനിപ്പിക്കാട്ടോ, മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന കൂലി എന്താണെന്നറിയാൻ നിങ്ങൾക്ക്? മക്കളുടെ പ്രാർത്ഥനയാണ്. ഒന്നും മക്കളുടെ പ്രാർത്ഥനയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ഉസ്താദ് ഉണ്ട് വേണ്ടി, ഞാൻ ജാമിയയില്, നിങ്ങൾ കേട്ടതായിരിക്കും, 2000-ലാണ് ഞാൻ വരുന്നത്. 98-ല് SSLC കഴിഞ്ഞു. പിന്നെ ഒരു വർഷം ബേക്കറിയിലെ ചില പണികൾക്ക് പോയി. അതിനുശേഷം പിന്നെ ഈ സിമന്റിന്റെ പണിക്ക് പോയി. അതിനുശേഷമാണ് എന്റെ വാപ്പ ബസ് കണ്ടക്ടറാണ്. വാപ്പനോട് ആരോ പറഞ്ഞു, അളിയനും അതോടൊപ്പം തന്നെ വേറെ ആരോ ഒന്ന് പറഞ്ഞു, എടവണ്ണ എന്നൊരു കോളേജ് ഉണ്ട്, അവിടെ പോയി ചേർന്നാൽ മതി, തിന്നാനും കിട്ടും, അവിടുന്ന് വിദ്യാഭ്യാസവും കിട്ടും. നിങ്ങൾ കേട്ടാ, ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പടച്ചോനെ, അന്ന് എന്റെ വാപ്പാക്കാൻ തീരുമാനിക്കാൻ തോന്നി, എന്റെ വാപ്പാന്റെ പരലോകത്തേക്ക് വരെ അത് ഗുണ. കാരണം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ നീ ഇരിക്കുന്ന ആരെക്കാളും ഇന്നേക്കാളും കൂലി പോകുന്ന ഇപ്പൊ എന്റെ പുരയെ കൊണ്ടിരിക്കുന്ന നമുക്ക് വാപ്പാക്കും. ഇനി മരിച്ചാലും ഞാൻ എവിടെയൊക്കെ പോയി പ്രസംഗിച്ചാലും എന്റെ കൂലി ഒരു കൂടി കിട്ടും. സ്വന്തം മക്കൾ ഒരു ബാങ്ക് കൊടുത്താൽ മരിച്ചാൽ കൂലി കിട്ടുന്ന എത്ര വാർത്തത്തിൽ അറബി കോളേജ് ഒന്നും ആർക്കും വേണ്ട. അപ്പൊ കുറച്ച് പെൺകുട്ടിയൊക്കെ കിട്ടുന്നത് പോകാൻ ദീനീപരമായ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന MSM-കാരനായി നിങ്ങൾ വെറുതെ MSM എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഉള്ള താടിയും 4 വളർത്തി നമ്മളെ ചിന്ത പോകുന്നത്. കുറ്റപ്പെടുത്തുക കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് നിന്ന് കിറാത്ത് നടത്താൻ ചെറിയ മക്കളാണ്ടായ അത് നടത്തി കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് എണീറ്റുമ്പോൾ ഒരു വാപ്പൊക്കെ വന്ന് കയ്യിട്ടിടുകയും കിറാക്കട്ടെ ഇന്റെ മോനാക്കങ്ങൾ ദ്വാരിക്കണം. എന്തൊരു സന്തോഷമാണ്. സ്വന്തം മക്കളിൽ നിന്നൊരു ദീനീപരമായ കാര്യത്തിൽ ഇന്റെ മക്കൾ ഉണ്ട് എന്നറിയുമ്പോൾ, അങ്ങനെ ഒരു കൂട്ടായ്മയിൽ മക്കൾ പെട്ടാലോ അവര് തീർച്ചയായിട്ടും നല്ല വഴിക്ക് മുൻപോട്ട് പോകും. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രേരണ പോലും മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരു നിർഭാഗ്യവാനായ വാപ്പയാണോ ഉമ്മയാണോ എന്നറിയണേ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് മൂത്ത ആൺകുട്ടി കെട്ടിച്ചു വിട്ടോനായിക്കോട്ടെ, കല്യാണം കഴിച്ചോനായിക്കോട്ടെ, ഓനവന്റെ കൂടെയും വിളിച്ചോളൂ. ഇനി കെട്ടാൻ പ്രായമായോളാവട്ടെ പ്രായമുള്ളവനാവട്ടെ 10ാം ക്ലാസ്സുകാരനാവട്ടെ, അടുത്തൊക്കെ വിളിച്ചിട്ട് ചോദിക്കാം, മോനെ ഈ വാപ്പ ഇങ്ങനെയൊന്ന് മരിച്ചു വീണുപോയാൽ ഈ വാപ്പാന്റെ മയ്യത്ത് നാളെ ഈ കുളിപ്പിക്കേണ്ടി വരും. വാപ്പാരെ മക്കളെ, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ടി വരും. ഒന്നെങ്കിലും വാപ്പാന്റെ അല്ലെ സ്വന്തം മക്കൾ. അതില്ല എന്ന് പറയാൻ പറ്റുന്ന ധൈര്യമുള്ള ഒരുത്തനും കൂട്ടത്തിലില്ല. സ്വന്തം 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 1.5 വയസ്സുള്ള മോന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് പറഞ്ഞൊരു അനുഭവം. എന്റെ മോന്റെ കൈ പൊക്കിയിട്ട് കക്ഷത്തിന്റെ ഇടയിലൊക്കെ ഞാൻ കുളിപ്പിക്കും. മോനെ ചെറുപ്പത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നേ, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആ കുഞ്ഞിന്റെ മയ്യത്ത് ഏറ്റവും ഭംഗിയിലാണ് ഞാൻ ഉസ്താദെ അവന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. കാരണം എനിക്ക് പരലോകത്ത് ഓനെ കാണുമ്പോ ആ ഭംഗിയിലേക്ക് ഓനെ കാണണം എന്നുള്ളത്. ഇന്ത്യങ്ങളിൽ ജീവിതത്തിലൊക്കെ ഒരിക്കലും അത് അനുഭവിക്കേണ്ടി വരും. ഒന്നെങ്കിൽ എന്റെ മക്കളെ, അല്ലെങ്കിൽ എന്റെ മക്കള്, അല്ലെങ്കിൽ എന്റെ വാപ്പനെ. ആ ഒരു മയ്യത്ത് ജീവിതത്തിലേക്ക് കുളിപ്പിക്കാൻ വരുമ്പോൾ മൂത്തോൻ ഇളയോന്റെ മുഖത്തേക്ക് ഈ ഓടൂലേ. അപ്പൊ ഇളയോ മൂത്തോനോട് നിങ്ങറിയില്ല ഈ ഓടിക്കുന്നു. എത്ര സദസ് എന്നാണെന്നറിയോ ഉസ്താദ്, നിങ്ങളൊന്ന് വന്നിക്കോന്ന് ചോദിക്കുന്നത്. ആരാന്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് അയാൾക്കെന്റെ രഹസ്യ രോഗമുണ്ടോ ഉണ്ടാവട്ടെ ഇല്ലാണ്ടാവട്ടെ, നിന്റെ മുൻപിൽ ഒരു നഗ്നത വെളിവാക്കിയിട്ട് അയാളെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാനായിട്ട് എന്റെ നാട്ടിൽ ഈ പ്രദേശത്ത് മറ്റേതെങ്കിലും ഒരു കാവ്യാനോ മൗലവീനോ നിങ്ങളും കൂടി വന്ന് കേട്ടോ, ഞാള് 4 ആൺകുട്ടികൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്ന തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വാപ്പാനോട് തോറ്റുപോയ മക്കളാണ്. ആ വാപ്പാക്ക് ഒരു ഗുണവും കിട്ടാത്ത മക്കളാണ് നമ്മൾ. ഉമ്മാനോട് ചോദിക്കും, പെൺകുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കും. ഒരു ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ 3 പെൺകുട്ടിയുടെ പിന്നാലെ നടന്നിട്ട് ഒരു എണീറ്റ് വന്നില്ല. ഓരൊക്കെ വിചാരം എന്താണെന്നറിയോ, അകത്ത് കയറി കട്ടിൽ നിന്ന് കമന്ന് കിടന്ന് കരയാല പുണ്യം എന്നാണ്. അല്ലട്ടോ, കരച്ചിലൊക്കെ നിർത്തിക്കാൻ നിങ്ങൾ കുറെ ഒറ്റപ്പത്തിൽ കരഞ്ഞാലും ചെറുങ്ങനെ കരഞ്ഞാലും ഉമ്മാന്റെ മയ്യത്തൊന്നും തിരിച്ചു വരില്ല. പിന്നെ ഉള്ളത് ധൈര്യത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ഉമ്മാനെ വൃത്തി നമുക്ക് കുളിപ്പിച്ചായിരിക്കും. കാരണം ഉമ്മാന്റെ വയറ് കാണുമ്പോൾ ആ പൊക്കിട് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. ഇനി ഉമ്മാനെ നോക്കാത്ത മക്കളാണെങ്കിലും അവസാന കാലത്ത് അമ്മാന്റെ ഒട്ടിയ വയറ് കാണുമ്പോൾ നമുക്ക് പെടയണം.